ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് 2025 റിലീസ് ആയിട്ടുള്ള ഐഡന്റിറ്റി എന്ന മലയാളം മൂവിയാണ്. ടോവിനോ തോമസ് നായകനായെത്തുന്ന ഒരു ഉഗ്രൻ ത്രില്ലർ മൂവിയാണിത്. അപ്പോൾ നമുക്ക് നേരെ മൂവിയിലേക്ക് പോകാം. മൂവിയുടെ തുടക്കത്തിൽ ഡോക്ടർ സുദർശനെയും അദ്ദേഹത്തിന്റെ സഹോദരിയുടെ മകൻ ഹരിൻ അവിടെയുള്ള ലൈബ്രറിയിലെ പുസ്തകങ്ങളൊക്കെ അടുക്കി വെക്കുന്നതുമാണ് കാണിക്കുന്നത്. അപ്പോൾ അവിടേക്ക് വരുന്ന ഒരു നേഴ്സ് ഹരിൻ ചെയ്യുന്നത് കണ്ടിട്ട് അവൻ ആ പുസ്തകം എടുത്ത് കളിക്കുകയാണെന്ന് തെറ്റിദ്ധരിച്ച് അവനെ വഴക്കു പറയുന്നു. പക്ഷേ ഈ സമയം ഡോക്ടർ സുദർശൻ ആ നഴ്സിനോട് അവനെ വഴക്കു പറയേണ്ടെന്നും അവൻ അതെല്ലാം ശരിയായ ഓർഡറിൽ അടുക്കുകയാണെന്നും പറയുന്നു. അപ്പോഴാണ് ആ നേഴ്സും ഇക്കാര്യം ശ്രദ്ധിക്കുന്നത്. പക്ഷെ ചെറിയൊരു കുട്ടി എങ്ങനെയാണ് ഇത്രയും കറക്റ്റായിട്ട് ബുക്സ് എടുക്കുന്നതെന്ന് ഓർത്ത് ആ നേഴ്സിന് അത്ഭുതം തോന്നുന്നു. ഈ സമയം ഡോക്ടർ സുദർശൻ ഹരന്റെ ചില ഫാമിലി ഡീറ്റെയിൽസ് ആ നേഴ്സിനോട് പറയുന്നു. സുദർശന്റെ സഹോദരി സ്മിത പ്രതാപ് എന്നൊരാളെയാണ് ലവ് മാരേജ് ചെയ്യുന്നത്. ആ ബന്ധത്തിൽ അവരുടെ മക്കളാണ് ഹരിനും അവന്റെ ചേച്ചി ദേവികയും. പക്ഷെ ഭർത്താവിൽ നിന്നുള്ള കടുത്ത പീഡനങ്ങൾ കാരണം ഹരിന് 3 വയസ്സുള്ളപ്പോൾ അവർ ഡിവോഴ്സ് ആവുന്നു. മക്കളുടെ കസ്റ്റഡിക്കായി സ്മിത ശ്രമിക്കുന്നെങ്കിലും കോടതി ഹരിനെ പ്രതാപിന്റെ കൂടെയാണ് വിടുന്നത്. ഹരിനെ നഷ്ടപ്പെട്ട ഷോക്കിൽ നിന്ന് തന്നെ 4-5 വർഷം കൊണ്ടാണ് സ്മിത റിക്കവർ ആകുന്നത്. അതിനുശേഷമാണ് സുധീവ് എന്നൊരാളെ സ്മിത വിവാഹം ചെയ്യുന്നത്. അവർക്കിരുവർക്കും നീരജ് എന്നൊരു പെൺകുട്ടിയും ജനിക്കുന്നു. 2 മാസം മുമ്പാണ് ഹരിന്റെ അച്ഛൻ സൂയിസൈഡ് ചെയ്യുന്നത്. അതോടെ ഹരിന്റെ കസ്റ്റഡി വീണ്ടും സ്മിതയ്ക്ക് തന്നെ കിട്ടുന്നു. ഹരിനെ തിരിച്ചു കിട്ടുന്നതിൽ അവരെല്ലാവരും വളരെ സന്തോഷത്തിലായിരുന്നു. പക്ഷെ അപ്പോഴാണ് അവർക്ക് മറ്റൊരു കാര്യം പിടികിട്ടുന്നത്. ഹരിന്റെ അച്ഛൻ അവനെ ഒരു അടിമയെ പോലെയാണ് ട്രീറ്റ് ചെയ്തിരുന്നത്. ഏൽപ്പിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്താലും ശരിയായില്ലെന്ന് പറഞ്ഞ് അയാൾ അവനെ നിരന്തരം വഴക്കു പറയുമായിരുന്നു. അച്ഛനെ സന്തോഷിപ്പിക്കാൻ ഇല്ലാത്തൊരു പെർഫെക്ഷൻ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിച്ച് ഹരിന്റെ കുഞ്ഞു മനസ്സ് ഒബ്സസീവ് പേഴ്സണാലിറ്റി ഡിസോർഡറിന് അടിമയാകുന്നു. അതുകൊണ്ടാണ് അവൻ ആ ലൈബ്രറിയിലെ ബുക്കുകളെല്ലാം അതിന്റെ കണ്ടന്റ് അറിയില്ലെങ്കിൽ പോലും കൃത്യമായിട്ട് അടുക്കി വെക്കുന്നത്. കാര്യങ്ങൾ അങ്ങനെ പോകുമ്പോഴാണ് അടുത്തിടെ ഒരു ആക്സിഡന്റ് സ്മിതയുടെ ബോഡി പാരലൈസ്ഡ് ആകുന്നത്. ഇതെല്ലാം കേട്ട ശേഷം സുധീവിന്റെ കാര്യങ്ങൾ ഹരിനെ അറിയിച്ചോ എന്ന് നഴ്സ് സുദർശനോട് ചോദിക്കുന്നു. സ്മിതയെ പോലെ സുധീവ് ആക്സിഡന്റിൽ പെട്ട് സീരിയസ് ആണെന്നാണ് ഹരിനോട് പറഞ്ഞിരിക്കുന്നത്, അല്ലാതെ മറ്റൊന്നും പറഞ്ഞിട്ടില്ലെന്ന് സുദർശൻ മറുപടി പറയുന്നു. പിന്നീട് കുറച്ചു വർഷങ്ങൾക്ക് ശേഷം കോയമ്പത്തൂരിലെ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പാണ് കാണിക്കുന്നത്. അവിടെ എമ്മ എന്നൊരു പെൺകുട്ടി അവളുടെ ഫ്രണ്ട്സുമായിട്ട് പർച്ചേസ് നടത്തി ബില്ലടിച്ച് പുറത്തേക്ക് പോകാൻ നേരം വണ്ടിയുടെ കീ ട്രയൽ റൂമിൽ വെച്ച് മറന്നെന്ന് പറഞ്ഞ് അതെടുക്കാനായിട്ട് പോകുന്നു. പക്ഷെ അവൾ ട്രയൽ റൂമിൽ ചെല്ലുമ്പോഴാണ് അവിടെ മുകളിലായിട്ട് ഒരു ഫോൺ ഇരിക്കുന്നത് കാണുന്നത്. ആ ഫോണിലെ വീഡിയോ റെക്കോർഡറും ഓൺ ആയിരുന്നു. അവൾ ഉടനെ ആ ഫോണുമായിട്ട് പേടിച്ച് പുറത്തേക്ക് ഇറങ്ങി ഫ്രണ്ട്സിനെ കാര്യം അറിയിക്കുന്നു. അവരുടെ സംസാരം കേട്ട് ഷോപ്പിലെ 2 സ്റ്റാഫ് അവിടേക്ക് വന്ന് കാര്യം തിരക്കുന്നു. നിങ്ങൾക്ക് ആരെങ്കിലും സംശയം ഉണ്ടോ എന്ന് സ്റ്റാഫ് ചോദിക്കുമ്പോൾ അവിടെയുള്ളൊരു മുടി വളർത്തിയ പയ്യനെ ചൂണ്ടി ഇവൻ കുറച്ചു നേരമായിട്ട് ട്രയൽ റൂമിന്റെ അടുത്തുണ്ടായിരുന്നെന്ന് എമ്മയുടെ കൂട്ടുകാരി മറുപടി പറയുന്നു. ഈ സമയം സ്റ്റാഫിൽ ഒരാൾ വീഡിയോ റെക്കോർഡർ ഓൺ ചെയ്ത ഫോണുമായിട്ട് ഇത് നിന്റെയാണെന്ന് ചോദിക്കാൻ ആ പയ്യന്റെ അടുത്തോട്ട് പോകുന്നു. പക്ഷെ ആ പയ്യൻ പെട്ടെന്ന് ആ ഫോണും തട്ടിപ്പറിച്ച് അവിടെ നിന്ന് പോകുന്നു. ആ സ്റ്റാഫിന്റെ പേര് അമർ എന്നായിരുന്നു. നെക്സ്റ്റ് സീനിൽ അമർ സമുദ്ര സിൽക്സിന്റെ ഒരു പഴയ കെട്ടിടത്തിലേക്ക് പോകുന്നത് കാണിക്കുന്നു. അവിടെ കെട്ടിടത്തിന് മുമ്പിലായി എമ്മയുടെ വീഡിയോ റെക്കോർഡ് ചെയ്ത പയ്യൻ നിൽപ്പുണ്ടായിരുന്നു. അമർ കാറിൽ നിന്നിറങ്ങി ആ പയ്യന്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിക്കുന്നു. സത്യത്തിൽ ഇത് അമറും ആ പയ്യനും ഒരുമിച്ചുള്ള ഒത്തുകളിയായിരുന്നു. ഇതുപോലെ വസ്ത്രം മാറാൻ വരുന്ന പെൺകുട്ടികളുടെ നഗ്ന വീഡിയോ ചിത്രീകരിക്കുന്നത് ഇവരുടെ സ്ഥിരം പണിയായിരുന്നു. അവൻ ആ ബിൽഡിങ്ങിൽ അതിനുവേണ്ടി വലിയൊരു സെറ്റപ്പ് തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അമർ ബിൽഡിങ്ങിനുള്ളിൽ ചെന്ന് ഷോപ്പിലെ ബില്ലിൽ നിന്നും എമ്മയുടെ പേര് ഫോൺ നമ്പറും കണ്ടുപിടിക്കുന്നു. ശേഷം നകുൽ എന്ന ഹാക്കറിനെ കോൾ ചെയ്യുന്നു. അമർ ഓരോ പെൺകുട്ടികളുടെ പേരും നമ്പറും കൊടുക്കുമ്പോൾ അവരുടെ അഡ്രസ്സും ലൊക്കേഷനും കണ്ടുപിടിച്ചു കൊടുക്കുന്നത് നകുലായിരുന്നു. താൻ ഇപ്പോൾ പഴയ പണിയൊക്കെ നിർത്തിയെന്നും ഇത്തവണ തന്നെ കൊണ്ട് പറ്റില്ലെന്ന് നകുൽ പറയുമ്പോൾ അമർ അവനെ ഭീഷണിപ്പെടുത്തി സമ്മതിപ്പിക്കുന്നു. മറുഭാഗത്ത് എമ്മി അന്നത്തെ സംഭവം പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങുന്നത് കാണിക്കുന്നു. കൃത്യം ഈ സമയത്ത് അമറും അവിടേക്ക് വരുന്നു. എമ്മയുടെ നഗ്ന വീഡിയോ അവൻ അവൾക്ക് കാണിച്ചു കൊടുക്കുന്നു. 3 ലക്ഷം രൂപ തന്നില്ലെങ്കിൽ ഈ വീഡിയോ പോൺ സൈറ്റിൽ അപ്ലോഡ് ചെയ്യുമെന്ന് അവൻ അവളോട് പറയുന്നു. പോലീസ് സ്റ്റേഷന് തൊട്ടു മുൻപിലായിട്ടും അവന്റെ ഭീഷണിയെ ഭയന്ന് അവൾ അവനോടൊപ്പം കാറിൽ കയറുന്നു. അടുത്തുള്ള ATM-ൽ നിന്ന് കയ്യിലുള്ള പണം അവൾ അവനെ എടുത്തു കൊടുക്കുന്നു. ബാക്കി നാളെ തന്നെ തരണമെന്ന് പറഞ്ഞ് അവർ അവളെ വീടിന് മുമ്പിൽ ഡ്രോപ്പ് ചെയ്യുന്നു. ശേഷം അവൻ ആരെയോ കോൾ ചെയ്യുന്നത് കാണിക്കുന്നു. നിങ്ങൾ എനിക്ക് പണം തന്നില്ലെങ്കിൽ ഞാൻ ഈ എടുത്തു വെച്ചിരിക്കുന്നത് കൊണ്ട് എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യുമെന്ന് അമർ ഫോണിലൂടെ പറയുന്നു. ശേഷം അമർ ആ ബിൽഡിങ്ങിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നകുലിനെ കോൾ ചെയ്യുന്നത് കാണിക്കുന്നു. ചെറിയൊരു പ്രശ്നമുണ്ടെന്നും തനിക്ക് തൽക്കാലം സേഫായിട്ട് താമസിക്കാൻ ഒരു സ്ഥലവും ലോഗിൻ ചെയ്യാൻ ഒരു IP അഡ്രസ്സും വേണമെന്നും അമർ പറയുന്നു. പക്ഷെ നകുലിന്റെ ഭാഗത്ത് നിന്ന് പ്രതികരണമൊന്നും കേൾക്കുന്നില്ല. നെക്സ്റ്റ് സീനിൽ അമർ വീണ്ടും ആ ബിൽഡിങ്ങിലേക്ക് വരുന്നതാണ് കാണിക്കുന്നത്. പക്ഷെ അവിടെ അമറിനെയും കാത്ത് മറ്റൊരാൾ നിൽപ്പുണ്ടായിരുന്നു. ആരാണെന്ന് ചോദിച്ചുകൊണ്ട് അമർ അയാളെ പിന്നിൽ നിന്ന് ആക്രമിക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ എതിരാളിയുടെ കൈക്കരുത്തിന് മുമ്പ് പിടിച്ചു നിൽക്കാൻ അമറിന് കഴിയുന്നില്ല. അവിടെ വന്നയാൾ അമറിനെ പൂട്ടിയിട്ട് ദേഹത്ത് ആൽക്കഹോൾ ഒഴിച്ച് തീ വയ്ക്കുന്നു. അമറിനോടൊപ്പം ആ ബിൽഡിങ്ങും കത്തി നശിക്കുന്നു. പക്ഷെ ആ കൊലപാതകയുടെ മുഖം നമ്മളെ കാണിക്കുന്നില്ല. നെക്സ്റ്റ് സീനിൽ DYSP ദിനേശും മറ്റൊരു പോലീസുകാരനും കൂടെ ഈ കൊലപാതകത്തിന്റെ കാര്യം ഫോണിലൂടെ സംസാരിക്കുന്നത് കാണിക്കുന്നു. കൊലപാതകം നടന്നത് തമിഴ്നാട്ടിലാണെങ്കിലും അമറിന്റെ ബോഡി കേരളത്തിന്റെ അതിർത്തിയിലുള്ള നദിയിൽ നിന്നാണ് കിട്ടിയിരിക്കുന്നത്.
കേസ് അന്വേഷിക്കുന്നത് തമിഴ്നാട് പോലീസ് ആണെങ്കിലും ബോഡിയിൽ നിന്നെടുത്ത തെളിവുകളെല്ലാം കേരള പോലീസിന്റെ കസ്റ്റഡിയിലാണ്. തമിഴ്നാട് പോലീസിന് കൈമാറുന്നവരെ തെളിവുകളെല്ലാം ലോക്കറിൽ സൂക്ഷിക്കണമെന്ന് ആ പോലീസുകാരൻ ദിനേശിനോട് പറയുന്നു. ശേഷം ദിനേശ് ആ തെളിവുകൾ ലോക്കറിൽ സൂക്ഷിക്കുന്നത് കാണിക്കുന്നു. അന്ന് ഓഫീസിലെത്തിയ ദിനേശിനെയും കാത്ത് കർണാടക വിറ്റ്നസ് പ്രൊട്ടക്ഷൻ സെല്ലിലെ അലൻ എന്നൊരു പോലീസുകാരനുണ്ടായിരുന്നു. അമ്മാന്റെ കൊലപാതകം നേരിട്ട് കണ്ട ഒരു വിറ്റ്നസ് അലന്റെ കൂടെയുണ്ട്. അവളുടെ പേര് അലീഷ എന്നാണ്. ഫോട്ടോഗ്രാഫിക് മെമ്മറിയുള്ള അലീഷയ്ക്ക് കൊലയാളിയുടെ മുഖം വ്യക്തമായിട്ട് ഓർമ്മയുണ്ട്. ആ സംഭവത്തിനു ശേഷം അവൾക്കൊരു ആക്സിഡന്റ് ഉണ്ടായി. എങ്കിലും കൊലയാളിയുടെ മുഖം അവൾ മറന്നിട്ടില്ല. അവളുടെ സഹായത്തോടെ കൊലയാളിയെ കണ്ടെത്തി മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കുന്നത് വരെ അവളുടെ പ്രൊട്ടക്ഷൻ ചുമതല അലനാണ്. സാക്ഷിയുടെ യഥാർത്ഥ ഐഡന്റിറ്റി മറച്ചുവെച്ചാണ് അവരെ മറ്റൊരിടത്ത് താമസിപ്പിക്കേണ്ടത്. ഇക്കാര്യത്തിൽ സഹായം ചോദിക്കാനാണ് അലൻ ദിനേശിനെ കാണുന്നത്. അങ്ങനെയെങ്കിൽ തൽക്കാലം ഞാൻ താമസിക്കുന്ന ഫ്ലാറ്റിൽ ഒരു അപ്പാർട്ട്മെന്റ് ശരിയാക്കി തരാമെന്ന് ദിനേശ് മറുപടി പറയുന്നു. പക്ഷേ ഈ കേസിന്റെ കാര്യം മറ്റാരും അറിയരുതെന്നും എല്ലാവരുടെയും മുമ്പിൽ അവൾ തന്റെ അനിയത്തി ആനാണെന്ന് പറഞ്ഞാൽ മതിയെന്നും അലൻ പറയുന്നു. ദിനേശ് താമസിക്കുന്ന ഫ്ലാറ്റിൽ തന്നെയാണ് സുദർശനും ദേവികയും ഹരനും നീരജയും താമസിക്കുന്നത്. സ്മിത കൂടി മനസ്സോടെ അവരുടെ കാര്യങ്ങളൊക്കെ നോക്കി വളർത്തിയത് സുദർശനായിരുന്നു. അലനും അലീഷയും ഫ്ലാറ്റിലേക്ക് വരുന്ന വഴി ലിഫ്റ്റിൽ വെച്ച് ഹരനും ഫാമിലി അവരെ പരിചയപ്പെടുന്നു. അലീഷയുടെ അലന്റെ ഒപ്പം ഒരു ലേഡി കോൺസ്റ്റബിൾ കൂടി ഉണ്ടായിരുന്നു. അവൻ മെറ്റേണിറ്റി ലീവിലാണെങ്കിലും കയ്യിൽ എപ്പോഴും തൂക്കുണ്ടാവുമെന്നും എന്താവശ്യം ഉണ്ടെങ്കിലും ഒന്ന് വിളിച്ചാൽ മതിയെന്നും അലൻ അലീഷയോട് പറയുന്നു. മാത്രമല്ല നമ്മൾ ഇവിടേക്ക് വന്നത് അതീവ രഹസ്യമായതുകൊണ്ട് പുറത്തുള്ളവരുമായിട്ട് അധികം സംസാരത്തിന് പോകണ്ടെന്നും അലൻ അവളോട് പറയുന്നു. അലീഷ വന്നതിന് ശേഷം സുദർശൻ വളർത്തുന്ന റൂബി എന്ന പൂച്ച അവളുടെ ഫ്ലാറ്റിലേക്ക് പോകുന്നത് കാണിക്കുന്നു. അടുത്ത ദിവസം ദിനേശിന്റെ ഫ്ലാറ്റിൽ ഒരു കള്ളം കയറിയെന്നും നമുക്ക് അവിടെ വരെ ഒന്ന് പോയിട്ട് വരാമെന്നും സുദർശൻ ഹരനോട് പറയുന്നു. ഹരന് സുദർശനോട് ചെല്ലുമ്പോൾ അവിടെ അലനും ഉണ്ടായിരുന്നു. ദിനേശിന്റെ മകൻ കള്ളനെ കണ്ടതുകൊണ്ട് അവൻ പറഞ്ഞു കൊടുക്കുന്നതനുസരിച്ച് ഒരു സ്കെച്ച് ആർട്ടിസ്റ്റ് രേഖാചിത്രം വരയ്ക്കുന്നു. പക്ഷെ ആ പയ്യൻ പറഞ്ഞു കൊടുക്കുന്ന രീതി വെച്ച് അവൻ കള്ളനെ കണ്ടിട്ടില്ലെന്ന് ഹരന് വേഗം മനസ്സിലാവുന്നു. ഇത് ഉറപ്പിക്കാൻ എന്നവണ്ണം ഒരു കാർട്ടൂൺ ക്യാരക്ടറിന്റെ ചെവി വരച്ച് കാണിച്ച് ഇതുപോലെയാണ് മോൻ കണ്ടയാളുടെ ചെവിയെന്ന് ഹരൻ ചോദിക്കുമ്പോൾ പയ്യൻ അതേന്ന് മറുപടി പറയുന്നു. അതോടെ ആ പയ്യൻ കള്ളം പറയുകയാണെന്ന് ഹരൻ മറ്റുള്ളവരോട് പറയുന്നു. ഹരൻ ഇക്കാര്യം ഒന്നുകൂടി ചോദിക്കുമ്പോൾ ആ പയ്യൻ ഉള്ള കാര്യം തുറന്നു പറയുന്നു. സത്യത്തിൽ അവന്റെ അനിയത്തിയാണ് കള്ളനെ കണ്ടത്. അവൾക്ക് പേടിയായതുകൊണ്ടാണ് അവൾക്ക് പകരം അവൻ കള്ളനെ കണ്ടെന്ന് പറഞ്ഞത്. ശേഷം എല്ലാവരും നോക്കി നിൽക്കെ പെൻസിലും പേപ്പറും കൊണ്ട് ഹരൻ ദിനേശിന്റെ മകളുടെ അടുത്തേക്ക് പോകുന്നു. കള്ളന്റെ രൂപത്തെക്കുറിച്ച് ഹരൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം ആ കുട്ടി കൃത്യമായിട്ട് ഉത്തരം പറയുകയും അതിനനുസരിച്ച് അവൻ അയാളുടെ രൂപരേഖ തയ്യാറാക്കുകയും ചെയ്യുന്നു. ഹരൻ പൂർത്തിയാക്കിയ ചിത്രം കണ്ട് അത് തലേദിവസം പ്ലംബിങ്ങിന് വന്നയാളാണെന്ന് ദിനേശിന്റെ ഭാര്യ തിരിച്ചറിയുന്നു. അവിടെ ഉണ്ടായിരുന്നവരെല്ലാം ഹരൻ ഇങ്ങനെ ഒരു കഴിവുണ്ടെന്ന് അപ്പോഴാണ് അറിയുന്നത്. ഈ സമയം നമ്മളെ ചെറിയൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നു. ഹരന്റെ അമ്മ സ്മിത സ്കെച്ച് ആർട്ടിസ്റ്റായിട്ടാണ് പോലീസിൽ ജോലി ചെയ്തിരുന്നത്. ചെറുപ്പത്തിൽ അമ്മയാണ് ഹരന് രേഖാചിത്രം വരയ്ക്കുന്നതിന്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിരുന്നത്. രേഖാചിത്രം വരയ്ക്കുന്നതിൽ ഹരിന്റെ കഴിവ് മനസ്സിലാക്കിയ അലൻ ഇക്കാര്യത്തെക്കുറിച്ച് ദിനേശുമായിട്ട് സംസാരിക്കുന്നു. അലീഷ കണ്ട കൊലയാളിയുടെ ചിത്രം ഹരനെ കൊണ്ട് വരപ്പിച്ചാലോ എന്ന് അലൻ ചോദിക്കുമ്പോൾ ദിനേശു അതിന് സമ്മതം പറയുന്നു. നെക്സ്റ്റ് സീനിൽ അലൻ ഇക്കാര്യം ഹരനോട് സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. പക്ഷെ കേസിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അലൻ ഹരനോട് പറയുന്നില്ല. അലീഷ ഒരു മർഡർ കേസിന്റെ വിറ്റ്നസ് ആണെന്നും അവൾ കണ്ടയാളുടെ ചിത്രം വരയ്ക്കണമെന്ന് മാത്രമേ അലൻ അവനോട് പറയുന്നുള്ളൂ. പക്ഷെ ആഴ്ചകൾക്ക് മുമ്പ് കണ്ട ഒരാളുടെ മുഖം റീകളക്ട് ചെയ്യാൻ പ്രയാസമാണെന്ന് ഹരിൻ പറയുമ്പോൾ അലീഷയ്ക്ക് ഫോട്ടോഗ്രാഫിക് മെമ്മറി ആണുള്ളതെന്നും കണ്ടതെല്ലാം അവൾക്ക് കൃത്യമായിട്ട് ഓർമ്മയുണ്ടെന്നും അലൻ മറുപടി പറയുന്നു. നെക്സ്റ്റ് സീനിൽ അലീഷ പറയുന്നതനുസരിച്ച് ഹരിൻ കൊലയാളിയുടെ മുഖം വരയ്ക്കുന്നതാണ് കാണിക്കുന്നത്. അലീഷയുടെ സംസാരത്തിൽ നിന്നും കൊലയാളിയുടെ മുഖം അവൾക്ക് കൃത്യമായിട്ട് ഓർമ്മയുണ്ടെന്ന് ഹരിന് മനസ്സിലാവുന്നു. അങ്ങനെ ചിത്രം വരച്ചുകൊണ്ടിരിക്കെ ഒരു ഘട്ടത്തിൽ ഹരൻ വരയ്ക്കുന്നത് നിർത്തുന്നു. നമുക്കിപ്പോൾ ഈ സെഷൻ അവസാനിപ്പിക്കാമെന്നും ബാക്കി മറ്റൊരു ദിവസം വരയ്ക്കാമെന്നും ഹരൻ പറയുന്നു. അലീഷ അവിടുന്ന് പോയി കഴിഞ്ഞ് എന്തുകൊണ്ടാണ് സെഷൻ പകുതിക്ക് വെച്ച് നിർത്തിയതെന്ന് അലൻ ഹരനോട് ചോദിക്കുന്നു. മറുപടിയായി ഹരൻ പണ്ടത്തെ ഒരു ന്യൂസ് പേപ്പർ കട്ടിംഗ് അലന് കാണിച്ചു കൊടുക്കുന്നു. ഒരിക്കൽ ഒരു സ്കെച്ച് ആർട്ടിസ്റ്റ് രേഖാചിത്രം തയ്യാറാക്കി. പക്ഷെ വരച്ചു കഴിഞ്ഞപ്പോൾ ആ ചിത്രവുമായി യഥാർത്ഥ പ്രതിയേക്കാൾ സാമ്യം മറ്റൊരു വ്യക്തിക്കായിരുന്നു. ഇതറിയാതെ യഥാർത്ഥ പ്രതിയെ കിട്ടുന്നത് വരെ ചിത്രവുമായിട്ട് സാമ്യമുള്ള വ്യക്തിയാണ് പ്രശ്നം അനുഭവിച്ചത്. അതുപോലെ മറ്റൊരു കേസിൽ സാക്ഷി പ്രതിയുടേതെന്ന പേരിൽ പറഞ്ഞു കൊടുത്ത ഡിസ്ക്രിപ്ഷൻസ് വരച്ചു കൊടുത്തിരുന്ന സ്കെച്ച് ആർട്ടിസ്റ്റിൻ്റേത് തന്നെയായിരുന്നു. ഇവിടെ അതുപോലെ അലീഷ യഥാർത്ഥ പ്രതിക്ക് പകരം ഹരന്റെ ഫേസിനെ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷനാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതും പറഞ്ഞ് ഹരൻ അലീഷ പറഞ്ഞതനുസരിച്ച് വരച്ച സ്കെച്ച് അലനെ കാണിച്ചു കൊടുക്കുന്നു. പൂർത്തിയാക്കിയിട്ടില്ലെങ്കിലും ആ സ്കെച്ച് കാണാൻ ഹരിനെ പോലെ ഉണ്ടായിരുന്നു. ഞാനായിരുന്നു പ്രതിയെങ്കിൽ അലീഷയ്ക്ക് എന്നെ ചൂണ്ടിക്കാണിച്ചാൽ പോരെ, അല്ലാതെ സ്കെച്ച് വരയ്ക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നും ഹരൻ അലനോട് ചോദിക്കുന്നു. അലീഷയ്ക്ക് റീസെന്റ് ആയിട്ട് ഒരു ആക്സിഡന്റ് ഉണ്ടായെന്ന് പറഞ്ഞില്ലേ, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും അവൾക്ക് കൊലയാളിയുടെ മുഖം ഓർത്തെടുക്കാൻ കഴിയാതിരുന്നത്. അതുകൊണ്ട് നമുക്ക് അലീഷയായിട്ട് സംഭവം നടന്ന സ്ഥലത്തേക്ക് പോകാം. ഒരു പക്ഷെ അവിടെ വെച്ച് അവൾക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമായിട്ട് ഓർത്തെടുക്കാൻ കഴിഞ്ഞേക്കുമെന്നും ഹരൻ പറയുന്നു.
അങ്ങനെ പിറ്റേ ദിവസം തന്നെ അലീഷയും കൂട്ടി അവർ രണ്ടുപേരും അവൾ കൊലയാളിയെ കണ്ട സ്ഥലത്തേക്ക് പോകുന്നു. പോകും വഴി ഹരിൻ അവൾക്ക് മെമ്മറീസ് റീകളക്ട് ചെയ്യാൻ വേണ്ടി അവൾക്ക് ഇഷ്ടമുള്ള പാട്ട് വെച്ചു കൊടുക്കുന്നു. ശേഷം അന്ന് നടന്ന സംഭവങ്ങൾ ഓരോന്നായിട്ട് ഓർത്തെടുക്കാൻ ഹരിൻ അവളോട് പറയുന്നു. വൈകുന്നേരം ഒരു കോൾ വന്ന ശേഷമാണ് അവൾ റൂമിന് പുറത്തേക്ക് ഇറങ്ങുന്നത്. വൈറ്റ് ഷർട്ടും ബ്ലൂ ജീൻസും ആയിരുന്നു അവൾ ഇട്ടിരുന്നത്. ട്രെയിനിൽ കോയമ്പത്തൂർ എത്തിയ ശേഷം ഒരു ഫ്രണ്ടിന്റെ സ്കൂട്ടി എടുത്താണ് അവൾ സമുദ്ര സിൽക്സിന്റെ പഴയ ബിൽഡിങ്ങിലേക്ക് പോകുന്നത്. ഇത് കേൾക്കുമ്പോൾ ഹരിൻ പെട്ടെന്ന് ഷോക്കായി ഏത് ബിൽഡിംഗ് ആണെന്ന് എടുത്തു ചോദിക്കുന്നു. അലിഷ സമുദ്ര സിൽക്സ് എന്ന് പറയുമ്പോൾ ഹരിൻ വീണ്ടും ഷോക്കാവുന്നു. കാരണം ആ ബിൽഡിങ്ങിൽ വെച്ച് അമറിനെ കൊന്നത് ഹരിനായിരുന്നു. അതിനർത്ഥം അലീഷ എന്ന് നേരിട്ട് കണ്ടത് ഹരിനെയാണ്. പക്ഷെ അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടാണ് ഇപ്പോൾ തന്നെ അവളെ തിരിച്ചറിയാത്തതെന്ന് ഹരിന് സംശയം തോന്നുന്നു. അന്നത്തെ തൻ്റെ മുഖം കൃത്യമായിട്ട് ഓർമ്മയുള്ളവൾ എന്തുകൊണ്ടാണ് നേരിട്ട് കാണുമ്പോൾ തന്നെ ഐഡന്റിഫൈ ചെയ്യാത്തതെന്ന് ഹരിന് മനസ്സിലാകുന്നില്ല. ശേഷം സമുദ്ര സിൽക്സിന് മുമ്പിൽ വെച്ച് അലീഷ പറയും പ്രകാരം ഹരിൻ വരയ്ക്കാൻ തുടങ്ങുന്നു. പക്ഷെ ഇത്തവണ സ്വന്തം മുഖത്തിന് പകരം മറ്റൊരാളുടെ മുഖമാണ് ഹരിൻ വരയ്ക്കുന്നത്. ശേഷം പൂർത്തിയാക്കിയ ചിത്രം ഹരിൻ അല്പം മാറി നിൽക്കുന്ന അല്ലെ കാണിച്ചു കൊടുക്കുന്നു. ആ ചിത്രം കാണുമ്പോൾ ഇതിലുള്ളയാളുടെ മൂക്ക് അലീഷ പറഞ്ഞതുപോലെ അല്ലല്ലോ എന്ന് അലൻ ചോദിക്കുന്നു. അത് അവൾക്ക് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയതാണെന്നും ചോദിച്ചു മനസ്സിലാക്കി തിരുത്തിയതാണെന്നും ഹരിൻ മറുപടി പറയുന്നു. ചിത്രം അലീഷയെ കാണിച്ച് കൺഫേം ചെയ്യുന്ന കാര്യം അലൻ പറയുമ്പോൾ ഒരു പക്ഷേ ചിത്രം കാണുമ്പോൾ അവൾ ബയാസ് ആകുമെന്നും അതുകൊണ്ട് കാണിക്കേണ്ടെന്ന് ഹരിൻ പറയുന്നു. പക്ഷെ കൊലയാളിയെ കണ്ടെത്താൻ ധൃതിയുള്ളതുകൊണ്ട് ഹരിന്റെ വാക്ക് കേൾക്കാതെ അലൻ ആ ചിത്രം അലീഷയെ കാണിക്കുന്നു. ആ ചിത്രം കണ്ടതും അലീഷ അയാളാണ് കൊലയാളി എന്ന് കൺഫേം ചെയ്യുന്നു. ഇത് കേട്ട് ഹരിന് എന്തൊക്കെയോ സംശയം തോന്നുന്നു. തന്നെ അവളെ വ്യക്തമായിട്ട് കണ്ടിട്ടും എന്തിനാണ് മറ്റൊരാളുടെ ചിത്രം കൊലയാളിയുടേതാണെന്ന് കൺഫേം ചെയ്തതെന്ന് ഹരിന് മനസ്സിലാകുന്നില്ല. ശേഷം അവർ ഫ്ലാറ്റിലേക്ക് തിരിച്ചു പോകുന്നു. അലീഷ കൺഫേം ചെയ്ത സ്ഥിതിക്ക് സ്കെച്ച് ദിനേഷിന്റെ കൈ കൊടുത്ത് ലുക്കൗട്ട് നോട്ടീസ് ഇറക്കണമെന്ന് അലൻ ഹരിനോട് പറയുന്നു. അലീഷ ലിഫ്റ്റിന്റെ ഭാഗത്തേക്ക് നടക്കുമ്പോഴാണ് ദേവികയും സുദർശനും നീരജയും കൂടി അവിടേക്ക് വരുന്നത്. അലൻ എവിടെയാണെന്നും ഞാൻ കുറേ തവണ കോൾ ചെയ്തല്ലോ എന്ന് ദേവിക ചോദിക്കുമ്പോൾ ആളെ മനസ്സിലാകാത്ത പോലെ അലീഷ അവളെ സൂക്ഷിച്ചു നോക്കുന്നു. ഈ സമയം തൊട്ടു പിറകെ ഹരനും അലനും വരുന്നത് കണ്ട് ദേവിക അവരുടെ അടുത്തേക്ക് പോകുന്നു. അലന്റെ കൂടെയുള്ള സ്ത്രീയെ ഡെലിവറി പെയിൻ വന്ന് ഹോസ്പിറ്റലിലാക്കിയെന്ന് ദേവിക അവരോട് പറയുന്നു. ഏത് ഹോസ്പിറ്റലാണെന്ന് അലൻ ചോദിക്കുമ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലാണെന്നും ഞങ്ങൾ പോകുന്ന കാർ ഫോളോ ചെയ്താൽ മതിയെന്നും ദേവിക മറുപടി പറയുന്നു. ഈ സമയം ഹരൻ ദേവികയോടും നീരജയോടും ഇന്ന് രാത്രി ഹോസ്പിറ്റൽ ക്വാർട്ടേഴ്സിൽ തന്നെ സ്റ്റേ ചെയ്യണമെന്ന് പറയുന്നു. ശേഷം റൂമിലെത്തിയ ഹരൻ ഒരു ജാമർ ഉണ്ടാക്കി റൂബിയുടെ കഴുത്ത് കെട്ടി അവളെ അലീഷയുടെ ഫ്ലാറ്റിലേക്ക് വിടുന്നു. പൂച്ച കരയുന്ന ശബ്ദം കേട്ടാണ് അലീഷ ഉറക്കത്തിൽ നിന്ന് എണീക്കുന്നത്. സമയം നോക്കാനായി അവൾ ഫോൺ നോക്കുമ്പോൾ അതിൽ നെറ്റ്വർക്ക് ഇല്ലെന്ന് കാണിക്കുന്നു. ഇത് കണ്ടതും അലീഷയ്ക്ക് എന്തോ സംശയം തോന്നുന്നു. ഈ സമയം അലീഷ ഒളിപ്പിക്കുന്ന രഹസ്യം കണ്ടെത്താനായി ഹരിൻ അവളുടെ ഫ്ലാറ്റ് പുറത്തു നിന്ന് തുറക്കാൻ ശ്രമിക്കുന്നു. പുറത്താരോ ഡോറിന്റെ ലോക്ക് മാറ്റാൻ ശ്രമിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ അലീഷ അത് കണ്ട് ഭയപ്പെടുന്നു. ഈ സമയം താഴെ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു വരുന്ന അലൻ വണ്ടി പാർക്ക് ചെയ്ത് മുകളിലേക്ക് വരുന്നത് കാണിക്കുന്നു. മുകളിൽ ഹരനാകട്ടെ ഡോറ് തുറക്കുന്ന കൃത്യസമയം റൂബി അന്വേഷിച്ച് സുദർശൻ അവിടേക്ക് വരുന്നു. ഹരൻ അലീഷയുടെ ഫ്ലാറ്റിന് മുമ്പിൽ നിൽക്കുന്നത് കണ്ട് നീ എന്താ ഇവിടെ നിൽക്കുന്നതെന്ന് സുദർശൻ അവനോട് ചോദിക്കുന്നു. ഇവിടെ എന്തോ ശബ്ദം കേട്ടെന്നും അത് നോക്കാൻ വന്നതാണെന്നും ഹരൻ മറുപടി പറയുന്നു. ഇത് കേട്ട് സുദർശനും ഹരന്റെ കൂടെ അലീഷയുടെ ഫ്ലാറ്റിനുള്ളിലേക്ക് കയറുന്നു. പക്ഷെ അകത്തേക്ക് കയറിയ അവർ തങ്ങൾക്ക് നേരെ തോക്കു ചൂണ്ടി നിൽക്കുന്ന അലീഷയെ കണ്ട് ആകെ ഷോക്കാവുന്നു. സുദർശനെയും ഹരനെയും അല്പനേരം നോക്കിയിട്ട് മനസ്സിലാകാതെ അവൾ അവരോട് നിങ്ങൾ ആരാണെന്ന് ചോദിക്കുന്നു. ഈ സമയത്താണ് അലനും അവിടേക്ക് വരുന്നത്. അലനെ കണ്ടിട്ടും അലീഷയ്ക്ക് തിരിച്ചറിയാനാകുന്നില്ല. ഞാൻ അലനാണെന്ന് അവൻ സ്വയം പരിചയപ്പെടുത്തിയ ശേഷമാണ് അലീഷ അവനെ തിരിച്ചറിയുന്നത്. ശേഷം നിങ്ങൾ എന്താ ഇവിടെയെന്ന് അലൻ ചോദിക്കുമ്പോൾ ആരോ ഡോർ കുത്തി തുറക്കുന്ന ശബ്ദം കേട്ട് ഇവിടേക്ക് വന്നതാണെന്ന് ഹരൻ മറുപടി പറയുന്നു. ഇത്ര അടുത്ത് നിന്നിട്ടും അലീഷ തങ്ങളെ ആരെയും തിരിച്ചറിയാതെ പോയത് സുദർശന് സംശയം ഉണ്ടാക്കുന്നു. ഹരനും സുദർശനും സ്വയം പരിചയപ്പെടുത്തുമ്പോഴാണ് അവൾ അവരെ തിരിച്ചറിയുന്നത്. ശേഷം സുദർശൻ അലീഷയ്ക്ക് ഒരു ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ട് ഇതാരാണെന്ന് ചോദിക്കുന്നു. പക്ഷെ ഫോട്ടോയിലുള്ളയാളെ ഐഡന്റിഫൈ ചെയ്യാൻ അലീഷയ്ക്ക് സാധിക്കുന്നില്ല. അത് സത്യത്തിൽ രജനീകാന്തിന്റെ ഫോട്ടോയായിരുന്നു. ഇതോടെ അലീഷയ്ക്ക് കാര്യമായിട്ട് എന്തോ പ്രശ്നമുണ്ടെന്ന് അവർക്ക് പിടികിട്ടുന്നു. ശേഷം സുദർശന്റെ നേതൃത്വത്തിൽ അലീഷയുടെ ചില ടെസ്റ്റുകൾ നടത്തുന്നു. അപ്പോഴാണ് അലീഷയ്ക്ക് ഫേസ് ബ്ലൈൻഡ്നെസ് ഉണ്ടെന്ന് സുദർശന് മനസ്സിലാകുന്നത്. ശേഷം ഇക്കാര്യം അയാൾ അവരോട് വിശദീകരിക്കുന്നു. ഒരേപോലെയുള്ള 3 പൂച്ചക്കുട്ടികളുടെ ഫോട്ടോ കാണിച്ച് അതിൽ നിന്ന് തന്റെ റൂബിയെ തിരിച്ചറിയാമോ എന്ന് സുദർശൻ അവരോട് ചോദിക്കുന്നു. അലൻ ഇടതുവശത്തെ ഒരു പൂച്ചയെ ചൂണ്ടിക്കാണിച്ച് ഇതാണെന്ന് പറയുമ്പോൾ ആ പൂച്ചകളിൽ തന്റെ റൂബി ഇല്ലെന്ന് സുദർശൻ മറുപടി പറയുന്നു. ഇനി അഥവാ ഉണ്ടെങ്കിലും അതിനെ ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കില്ല. കാരണം ഒരേപോലെയുള്ള മൃഗങ്ങളുടെ വ്യത്യാസം തിരിച്ചറിയാനുള്ള കഴിവ് മനുഷ്യന്റെ തലച്ചോറിലില്ല. അതുപോലെ ഒരു മെറ്റൽ കഷ്ണം കാണിച്ചിട്ട് അതിനെ പിന്നീട് ഒരു മെറ്റൽ കൂനയിൽ നിന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞാൽ മനുഷ്യന്റെ തലച്ചോറിന് അതിന് കഴിയില്ല. പക്ഷെ ഏത് 2 മനുഷ്യരെ ഒരുമിച്ച് നിർത്തിയാലും അവരെ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാനും അവരെ തിരിച്ചറിയാനും മനുഷ്യന്റെ തലച്ചോറിന് സാധിക്കും. ഇതിന് സഹായിക്കുന്ന തലച്ചോറിന്റെ ഭാഗത്താണ് അലീഷയ്ക്ക് ആക്സിഡന്റ് ക്ഷതം സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് അവൾക്ക് ആളുകളുടെ മുഖം തിരിച്ചറിയാൻ സാധിക്കാത്തത്.
സാധനങ്ങളോ വസ്തുക്കളോ തിരിച്ചറിയാൻ സാധിക്കുമെങ്കിലും ആളുകളുടെ മുഖം തിരിച്ചറിയാൻ അലീഷയ്ക്ക് കഴിയില്ല. ഇപ്പോൾ അലീഷയോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ റൂമിന് പുറത്തുപോയി മറ്റൊരു വസ്ത്രമായിട്ട് തിരിച്ചു തന്നാൽ അലീഷയ്ക്ക് അയാളെ ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കില്ല. അങ്ങനെയെങ്കിൽ ഹരം വരച്ച കൊലയാളിയുടെ രേഖാചിത്രം അലീഷ എങ്ങനെ ഐഡന്റിഫൈ ചെയ്തെന്ന് അലൻ ചോദിക്കുന്നു. ഈ ചോദ്യത്തിനും സുദർശൻ വ്യക്തമായിട്ട് മറുപടി പറയുന്നു. മൂന്ന് പൂച്ചകളുടെ ചിത്രത്തിൽ റൂബി ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞപ്പോൾ അലൻ ഒന്നിനെ സെലക്ട് ചെയ്ത പോലെ അലീഷയുടെ ബ്രെയിൻ അവളോട് കള്ളം പറഞ്ഞതാണ്. രേഖാചിത്രം അലീഷ ഐഡന്റിഫൈ ചെയ്തതിൽ നിങ്ങൾക്ക് പിഴവ് പറ്റിയെന്ന് സുദർശൻ പറയുമ്പോൾ അലൻ സംശയത്തോടെ ഹരിനെ നോക്കുന്നു. മുഖം തിരിച്ചറിയാൻ കഴിയാത്തതുകൊണ്ട് ആളുകളുടെ ശബ്ദവും വസ്ത്രവും ആറ്റിറ്റ്യൂഡും ഒക്കെ വിഷ്വൽ ക്ലൂ ആക്കി മനസ്സിലാക്കി അലീഷയുടെ തലച്ചോറ് ആളുകളെ തിരിച്ചറിയുന്നു. തലച്ചോറ് വളരെ വേഗം നടക്കുന്ന ഈ പ്രോസസ് കൊണ്ടാണ് താൻ ഫേസ് ബ്ലൈൻഡ് ആണെന്ന് അലീഷ ഇതുവരെ തിരിച്ചറിയാഞ്ഞത്. ഇതൊക്കെ കേട്ട് അലീഷ പേടിയോടെ തന്റെ മുന്നിലുള്ള ആളുകളെ നോക്കുമ്പോൾ അവളുടെ വ്യൂവിലുള്ള ആളുകളുടെ മുഖം നമ്മളെയും കാണിക്കുന്നു. ആളുകളുടെ മുഖം മാത്രം മങ്ങിയ രീതിയിലാണ് അവൾ കാണുന്നത്. അതുകൊണ്ടാണ് ഹരിന്റെ മുഖം ഓർമ്മയുണ്ടായിട്ടും അവനെ നേരിട്ട് കാണുമ്പോൾ അവൾ ഐഡന്റിഫൈ ചെയ്യാഞ്ഞത്. ശേഷം ഒരു മാസം മുമ്പത്തെ ബാംഗ്ലൂർ നഗരം കാണിക്കുന്നു. അവിടെ ഒരു ന്യൂസ് ചാനലിലാണ് അലീഷ വർക്ക് ചെയ്യുന്നത്. ഒരു റെസ്റ്റോറൻറ്റിൽ ഇരിക്കുന്ന അലീഷയുടെ അടുത്തേക്ക് ഒരാൾ വന്ന് പെൻഡ്രൈവ് കൈമാറുന്നത് കാണിക്കുന്നു. അമർ നഗ്ന വീഡിയോ പകർത്തി റേപ്പ് ചെയ്തതും ഭീഷണിപ്പെടുത്തിയതുമായിട്ടുള്ള പെൺകുട്ടികളുടെ ഡീറ്റെയിൽസ് ആയിരുന്നു ആ പെൻഡ്രൈവിൽ ഉണ്ടായിരുന്നത്. അവൾ ഈ തെളിവുകളും കൊണ്ട് ചാനൽ ഹെഡിന്റെ അടുത്ത് ചെല്ലുന്നെങ്കിലും കൂടുതൽ തെളിവില്ലാതെ ഇതൊന്നും പബ്ലിഷ് ചെയ്യാൻ സാധിക്കില്ലെന്ന് അവർ പറയുന്നു. നെക്സ്റ്റ് സീനിൽ വീണ്ടും അലീഷ അവൾക്ക് തെളിവുകൾ നൽകിയ ആളെ മീറ്റ് ചെയ്യുന്നത് കാണിക്കുന്നു. അമറിനെതിരായ തെളിവുകൾ അവൾക്ക് നൽകിയത് നകുലായിരുന്നു. അമറിനെതിരെ നകുൽ മൊഴി കൊടുത്താൽ ചാനൽ അത് പബ്ലിഷ് ചെയ്യാമെന്ന് സമ്മതിച്ച കാര്യം അലീഷ അവനെ അറിയിക്കുന്നു. പക്ഷെ അമറിനോടുള്ള ഭയം കാരണം നകുൽ അതിന് തയ്യാറാകുന്നില്ല. പകരം അമർ ഒരു പെൺകുട്ടിയുടെ വീഡിയോ വെച്ച് അവളുടെ സഹോദരനെ ഭീഷണിപ്പെടുത്തുന്നതിന്റെ വൺ സൈഡ് ഫോൺ റെക്കോർഡ് നകുൽ അലീഷയ്ക്ക് കൊടുക്കുന്നു. ഒരു പെൺകുട്ടിയുടെ വീഡിയോ അപ്ലോഡ് ചെയ്യാതിരിക്കാനായി 25 ലക്ഷം രൂപ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഫോൺ റെക്കോർഡായിരുന്നു അത്. ഇത് കേട്ടതും ചാനലിൽ പബ്ലിഷ് ചെയ്യില്ലെങ്കിലും അമറിന്റെ ഫോൺ റെക്കോർഡിംഗ് പോലീസിൽ ഏൽപ്പിക്കാൻ അലീഷ തീരുമാനിക്കുന്നു. കംപ്ലൈന്റ് ചെയ്യാനായി അലീഷ പോകുന്നത് അലന്റെ അടുത്താണ്. അലീഷയിൽ നിന്ന് അമ്മന്റെ ലൊക്കേഷൻ മനസ്സിലാക്കിയ ശേഷം തന്ന തെളിവുകൾ സത്യമാണെങ്കിൽ നാളെ തന്നെ അവനെ അറസ്റ്റ് ചെയ്യാമെന്ന് അലൻ വാക്ക് നൽകുന്നു. ശേഷം അന്ന് രാത്രി റൂമിലെത്തിയ അലീഷയെ അവളുടെ ചാനൽ ഹെഡ് കോൾ ചെയ്യുന്നു. അമ്മന്റെ സ്റ്റോറി ചെയ്യാൻ താല്പര്യമുണ്ടെന്നും അതിന് പക്ഷെ കുറച്ച് ഒറിജിനൽ ഫോട്ടോസും വീഡിയോസും കൂടെ ആവശ്യമാണെന്നും അവരവളോട് പറയുന്നു. അങ്ങനെ ഫോട്ടോസും വീഡിയോസും എടുക്കാനാണ് അന്ന് രാത്രി തന്നെ അലീഷ അമ്മന്റെ ലൊക്കേഷനിലേക്ക് പോകുന്നത്. കോയമ്പത്തൂർ വരെ ട്രെയിനിലും അവിടുന്ന് സമുദ്ര സിൽക്സിലേക്ക് ഫ്രണ്ടിന്റെ സ്കൂട്ടിയിലുമാണ് അലീഷ പോകുന്നത്. അലീഷ ആരും കാണാതെ ബിൽഡിങ്ങിനുള്ളിൽ കയറുമ്പോൾ അമർ അവിടെ ഒരാളുമായി തർക്കിക്കുന്നതാണ് കാണുന്നത്. ആളെ ശരിക്കും കാണാൻ കഴിയാത്തതിനാൽ അവൾ അവിടെ നടക്കുന്ന വീഡിയോ എടുത്ത് സൂം ചെയ്ത് നോക്കുന്നു. അല്പം കഴിഞ്ഞ് അവർ രണ്ടുപേരും അവിടെ നിന്ന് പുറത്തു പോകുന്നു. ഈ സമയത്താണ് ഹരൻ അവിടേക്ക് വരുന്നതും അവിടെയെല്ലാം പരിശോധിക്കുന്നതും. ശേഷം അവൻ അവിടെയെല്ലാം കത്തിക്കാനായി ആൽക്കഹോൾ ഒഴിക്കുന്നു. ഈ സമയം വീണ്ടും പുറത്തുപോയ അമർ മടങ്ങി വരികയും ഹരനുമായി വഴക്കുണ്ടാകുകയും ചെയ്യുന്നു. ശേഷം ഹരൻ അമറിനെ പൂട്ടിയിട്ട് അവനെ ആ ബിൽഡിങ്ങിനെ തീ വയ്ക്കുന്നു. ഈ കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ടിരുന്ന അലീഷയും തീപിടുത്തത്തെ തെറിച്ച് ദൂരേക്ക് വീഴുകയും അവളുടെ ഫോൺ നഷ്ടമാവുകയും ചെയ്യുന്നു. ഈ സമയത്താണ് ബിൽഡിങ്ങിനെ തീവെച്ച് പുറത്തേക്ക് ഇറങ്ങുന്ന ഹരിനെ അവൾ വ്യക്തമായിട്ട് കാണുന്നത്. പക്ഷെ ഹരൻ അവളെ കാണുന്നില്ല. കണ്ട കാഴ്ചയുടെ ഷോക്കിൽ അവിടെ നിന്ന് തിരിച്ചു പോകും വഴി അലീഷയ്ക്ക് ആക്സിഡന്റ് ഉണ്ടാവുകയും തലയ്ക്ക് പരിക്കേൽക്കുകയും ചെയ്യുന്നു. അതിനുശേഷമാണ് അവൾക്ക് ഫേസ് ബ്ലൈൻഡ്നെസ് എന്ന അവസ്ഥ ഉണ്ടാകുന്നത്. അലീഷയുടെ ബാഗിലെ വിസിറ്റിംഗ് കാർഡിൽ നിന്നാണ് ഹോസ്പിറ്റലുകാർ അലനെ കോൺടാക്ട് ചെയ്യുന്നത്. പിന്നീട് വീണ്ടും പ്രസന്റ് ഡേ കാണിക്കുന്നു. അലീഷയുടെ ഇപ്പോഴത്തെ കണ്ടീഷൻ റിക്കവർ ആവാൻ സമയമെടുക്കുമെന്നും അതുവരെ ഓരോ വ്യക്തിയുടെ മുഖത്തെ എന്തെങ്കിലും യുണീക്ക് ഫീച്ചർ ഉപയോഗിച്ച് അവരെ ഐഡന്റിഫൈ ചെയ്യാൻ ശ്രമിക്കണമെന്നും സുദർശൻ അവളോട് പറയുന്നു. ഇക്കാര്യങ്ങളെല്ലാം കേട്ടുകൊണ്ടിരുന്ന അലന്റെ സംശയം സ്വാഭാവികമായും ഹരിനിലേക്ക് നീളുന്നു. കാരണം ആദ്യമായി അലീഷ പറഞ്ഞനുസരിച്ച് ഹരിൻ വരച്ചത് അവന്റെ തന്നെ രേഖാചിത്രമായിരുന്നു. അലീഷയ്ക്ക് ഫേസ് ബ്ലൈൻഡ്നെസ് ഉള്ളതുകൊണ്ടാവാം നേരിട്ട് കണ്ടപ്പോൾ അവൾക്ക് അവനെ ഐഡന്റിഫൈ ചെയ്യാൻ കഴിയാത്തത്. മാത്രമല്ല രണ്ടാം തവണ ഹരിൻ മാറ്റിവരച്ച രേഖാചിത്രം അലീഷയെ കാണിക്കേണ്ടെന്ന് പറഞ്ഞ കാര്യവും അലന്റെ സംശയത്തിന് കാരണമാവുന്നു. അലൻ അവിടുന്ന് പുറത്തേക്കിറങ്ങി സുപ്രിയ എന്നൊരു സ്ത്രീയെ കോൾ ചെയ്ത് ഹരന്റെ ഡീറ്റെയിൽസ് എടുക്കാമെന്ന് പറയുന്നു. കഴിഞ്ഞ 6 മാസങ്ങൾ അവൻ എവിടെയായിരുന്നു, എന്ത് ചെയ്യുകയായിരുന്നു തുടങ്ങി സകലതും അന്വേഷിക്കണമെന്ന് അലൻ സുപ്രിയയോട് പറയുന്നു. ശേഷം അലൻ ഹരനോട് സംസാരിക്കാനായി പോകുന്നു. എന്തിനാണ് അമറിനെ കൊന്നതെന്ന് അലൻ ചോദിക്കുമ്പോൾ ഹരൻ മറുപടി ഒന്നും പറയുന്നില്ല. ഹരന്റെ മുന്നിൽ വെച്ച് തന്നെ അലൻ ദിനേശിനെ കോൾ ചെയ്ത് അമറിന്റെ കൊലയാളി ഹരനാണെന്ന് അറിയിക്കുന്നു. ഇത് കേട്ടതും ദിനേശ് ഒന്ന് ഷോക്കാകുന്നു. തങ്ങളുള്ള ഹോസ്പിറ്റലിന്റെ പേര് പറഞ്ഞിട്ട് വേഗം അവിടേക്ക് വരാനും അലൻ ദിനേശിനോട് പറയുന്നു. ഹരനാണ് പ്രതിയെങ്കിൽ നേരത്തെ വരപ്പിച്ച രേഖാചിത്രം ആരുടേതാണെന്ന് ദിനേശ് അലനോട് ചോദിക്കുന്നു. അതൊരു തെറ്റുപറ്റിയതാണെന്നും ആ ചിത്രത്തിലെ പോലെ ഒരാൾ യഥാർത്ഥത്തിൽ ഇല്ലെന്നും അലൻ മറുപടി പറയുന്നു. പക്ഷെ കൃത്യ ആ സമയത്ത് രേഖാചിത്രത്തിലുള്ളയാൾ അവിടേക്ക് വരുന്നു. തന്റെ പേര് അമീർ അലി എന്നാണെന്നും അമറിനെ കൊന്നത് താനാണെന്നും അയാൾ ദിനേശിനോട് പറയുന്നു. ഇത് കേട്ട് അലൻ ആകെ ഷോക്കാവുന്നു. രേഖാചിത്രവും പ്രതിയെയും ഒക്കെ കിട്ടിയ സ്ഥിതിക്ക് ഞാൻ ഇനി പൊക്കോട്ടെ എന്ന് ചോദിച്ച് ഹരൻ അവിടെ നിന്ന് പോകുന്നു. തൽക്കാലം അമീർ അലിയെ കസ്റ്റഡിയിൽ വെക്കാനും സത്യാവസ്ഥ ഞാൻ നാളെ വെളിപ്പെടുത്താമെന്നും പറഞ്ഞ് അലൻ ഹരന്റെ പിന്നാലെ പോകുന്നു. അമറിനെ കൊലപ്പെടുത്തിയ ബിൽഡിങ്ങിൽ നിന്ന് കിട്ടിയ ഹാർഡ് ഡ്രൈവ് എവിടെയെന്ന് അലൻ ഹരനോട് ചോദിക്കുന്നു.
അപ്പോൾ സാറ് കൊലപാതകം അന്വേഷിച്ചല്ല ഡ്രൈവ് അന്വേഷിച്ച് വന്നതാണല്ലേ എന്ന് ഹരൻ തിരിച്ചു ചോദിക്കുന്നു. ഈ സമയത്ത് അലൻ നാളെ SP ഓഫീസിലേക്ക് വരണമെന്ന് പറയാനായി ദിനേശ് അവനെ വിളിക്കുന്നു. ദിനേശിനോടും അലൻ ഹാർഡ് ഡ്രൈവിനെ കുറിച്ച് അന്വേഷിക്കുന്നു. അമറിന്റെ ബോഡിയിൽ നിന്നും ഒരു ഡ്രൈവ് കിട്ടിയിട്ടുണ്ടെന്നും അത് ലോക്കൽ സൂക്ഷിച്ചിരിക്കുകയാണെന്നും ദിനേശ് മറുപടി പറയുന്നു. നമുക്കത് എക്സാമിൻ ചെയ്യണമെന്ന് അലൻ പറയുമ്പോൾ പ്രോപ്പർ ചാനലിലൂടെ അല്ലാതെ തനിക്കത് എടുക്കാൻ കഴിയില്ലെന്ന് ദിനേശ് മറുപടി പറയുന്നു. ഒന്നും ഇതുകൊണ്ട് അവസാനിച്ചിട്ടില്ലെന്ന് ഹരനോട് പറഞ്ഞ് അലൻ അവിടെ നിന്നും പോകുന്നു. പിറ്റേന്ന് രാവിലെ SP ഓഫീസാണ് കാണിക്കുന്നത്. തലേന്ന് രാത്രി വിളിച്ചതിന് ശേഷം അലന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. മാത്രമല്ല ഓർമ്മത്തകരാറുള്ള അലീഷ ഐഡന്റിഫൈ ചെയ്ത പ്രതിയെ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കാനും സാധിക്കില്ല. ഇങ്ങനെയൊക്കെ ചെയ്യാൻ മാത്രം അമറിന്റെ കൊലപാതകവുമായിട്ട് ഹരൻ എന്താണ് ബന്ധമെന്ന് ദിനേശ് സുദർശനോട് ചോദിക്കുന്നു. നെക്സ്റ്റ് സീനിൽ അലനെ സുപ്രിയ കോൾ ചെയ്ത് നീരജയുടെ സ്റ്റെപ്പ് ബ്രദറാണ് ഹരൻ എന്ന് പറയുന്നു. മറുഭാഗത്ത് SP ഓഫീസിന് മുമ്പിൽ നിന്ന് അലന്റെ വാഹനം പോലീസ് കണ്ടെത്തുന്നു. അലനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായി ദിനേശ് കർണാടക പോലീസിലെ പരിചയമുള്ള ഒരു ഓഫീസറിനെ കോൾ ചെയ്യുന്നു. പക്ഷെ അലൻ ഇപ്പോൾ പോലീസ് ഫോഴ്സിലില്ലെന്നും ഒരു ക്രിമിനലായി അവനെ ഞങ്ങൾ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നും ഓഫീസർ മറുപടി പറയുന്നു. മറുഭാഗത്ത് സുദർശൻ അലീഷയും കൂട്ടി ഹരന്റെ അടുത്തേക്ക് വരുന്നത് കാണിക്കുന്നു. അലീഷ കണ്ട അമ്മന്റെ കൊലയാളി ഞാനാണെന്ന് ഹരൻ അവളോട് പറയുന്നു. ശേഷം അവൻ ചെറിയൊരു ഫ്ലാഷ് ബാക്ക് സ്റ്റോറി അലീഷയോട് പറയുന്നു. ഹരന്റെ സഹോദരി നീരജ ഒരു റേപ്പ് വിക്റ്റിമാണ്. കുറച്ച് മാസങ്ങൾക്ക് മുമ്പേ ബാംഗ്ലൂരിൽ വെച്ചാണ് അമർ നീരജയെ തട്ടിക്കൊണ്ടുപോയി ക്രൂരമായി പീഡിപ്പിക്കുന്നത്. അന്നത്തെ ദേഷ്യം കൊണ്ടും നിസ്സഹായത കൊണ്ടും അമറിനെ തേടിപ്പിടിച്ച് കൊല്ലാൻ തയ്യാറായ ഹരനെ ദേവികയാണ് തടയുന്നത്. ദേവികയ്ക്കും നീരജയ്ക്കും താൻ മാത്രമേ ഉള്ളെന്ന തിരിച്ചറിവിൽ ലോങ് ലീവ് എഴുതി കൊടുത്ത് അവൻ അവരുമായി നാട്ടിലേക്ക് താമസം മാറുന്നു. അന്നത്തെ സംഭവത്തോടെ മാനസികമായി തളർന്നുപോയ നീരുവിന്റെ റിക്കവറി മാത്രമായിരുന്നു അവരുടെ ഏക ലക്ഷ്യം. ഹരന്റെയും ദേവികയുടെയും നിരന്തരമായ പരിചരണവും സ്നേഹവും കൊണ്ട് നീര് പതിയെ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നു. അങ്ങനെ പഴയതൊക്കെ എല്ലാവരും മറന്നു തുടങ്ങിയ സമയത്താണ് ബാംഗ്ലൂരിലെ അവരുടെ നെയ്ബറായിരുന്ന അൻസാർ അലി ഫ്ലാറ്റിലേക്ക് വരുന്നത്. അന്ന് നീരജയോടൊപ്പം അൻസാറിന്റെ സഹോദരി സക്കീനയും അമർ കൊണ്ടുപോയിരുന്നു. അതിനുശേഷം കുറച്ച് നാളുകൾക്ക് മുമ്പ് സക്കീനയെ റേപ്പ് ചെയ്യുന്നതിന്റെ വീഡിയോ അമർ അൻസാറിന് അയച്ചു കൊടുത്ത് അവനെ ഭീഷണിപ്പെടുത്തുന്നു. ആ ഫോൺ റെക്കോർഡിംഗ് ആണ് അമറിനെതിരെയുള്ള തെളിവായിട്ട് നകുൽ അലീഷയ്ക്ക് കൊടുത്തതും. ഇക്കാര്യം അറിയുന്നതോടെ ഹരൻ അൻസാറിന്റെ കൂടെ അമറിനെ കാണാനായി പോകുന്നു. അൻസാറിനെ കാറിലിരുത്തി ഹരൻ മാത്രമാണ് അന്ന് ബിൽഡിങ്ങിനുള്ളിൽ കയറുന്നത്. ഒരു എക്സ്പേർട്ടിനെ പോലെ ഹരൻ അമറിനെ കീഴ്പ്പെടുത്തി അവിടെയെല്ലാം തീ വെക്കുന്നു. കാറിനുള്ളിലായിരുന്നതുകൊണ്ടാണ് അലീഷ അന്ന് അൻസാറിനെ കാണാഞ്ഞത്. അമറിനെ കൊലപ്പെടുത്തിയ ശേഷം നാട്ടിലെത്തിയ ഹരനെ കാത്ത് അൻസാറിന്റെ പപ്പ അമീർ അലി അവിടെ ഉണ്ടായിരുന്നു. അമറിന്റെ കേസന്വേഷണം എന്തെങ്കിലും അൻസാറിലേക്ക് വന്നാൽ അന്ന് അവന് പരം താൻ കുറ്റമേറ്റുകൊള്ളാമെന്ന് അദ്ദേഹം ഹരനോട് പറയുന്നു. കാരണം മകന്റെ ജീവിതം കൂടെ ഇതിന്റെ പേരിൽ നശിച്ചു കാണാൻ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നില്ല. അദ്ദേഹത്തിന്റെ കണ്ണുനീരിന് മുമ്പിൽ ഹരനും അതിന് സമ്മതിക്കുന്നു. അതുകൊണ്ടാണ് അന്ന് അമറിന്റെ കൊലപാതകയാണ് വരയ്ക്കേണ്ടതെന്ന് അറിയുമ്പോൾ ഹരൻ അമീർ അലിയുടെ മുഖം വരയ്ക്കുന്നതും അദ്ദേഹം പിന്നെ കീഴടങ്ങിയതും. അമറിനെ അന്വേഷിച്ച് അവന്റെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ വരുമെന്ന് കരുതിയിരുന്നപ്പോഴാണ് അലൻ കേസന്വേഷണമായിട്ട് വരുന്നത്. അലന്റെ വണ്ടി SP ഓഫീസിൽ നിന്ന് കിട്ടിയിട്ടുണ്ടെന്ന് സുദർശൻ ഹരനോട് പറയുന്നു. അലൻ അന്വേഷിക്കുന്ന ഹാർഡ് ഡ്രൈവ് SP ഓഫീസിലെ ലോക്കറിലാണ് ഉള്ളതെന്ന് ഓർമ്മ വരുന്നതും ഹരൻ ദിനേശിനെ കോൾ ചെയ്യുന്നു. അലൻ SP ഓഫീസിനുള്ളിൽ കയറിയിട്ടില്ലെന്ന് ദിനേശ് ഹരനോട് പറയുന്നു. അലൻ ആ ഡ്രൈവിന് വേണ്ടി ഇത്രയും ദൂരം വന്നെങ്കിൽ അതിനുള്ളിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടാവുമെന്നും അലന് മുമ്പേ നമുക്കതിൽ എന്താണെന്ന് അറിയണമെന്നും ഹരൻ പറയുന്നു. പക്ഷെ അത് നടക്കില്ലെന്നും ഈ കേസിൽ നിന്റെ ഇൻവോൾവ്മെന്റ് അറിയാത്തടത്തോളം അലനെ പോലെ നീയും എനിക്കൊരു സസ്പെക്ട് ആണെന്നും ദിനേശ് മറുപടി പറയുന്നു. അങ്ങനെയെങ്കിൽ ഡ്രൈവിൽ എന്തെന്ന് അറിഞ്ഞ ശേഷം താൻ സത്യം പറയാമെന്ന് ഹരൻ ദിനേശിനോട് പറയുന്നു. പക്ഷെ ഡ്രൈവ് എൻക്രിപ്റ്റഡ് ആണെന്നും കോടതി ഉത്തരവില്ലാതെ ഫോറൻസിക് അത് പരിശോധിക്കില്ലെന്നും ദിനേശ് പറയുന്നു. അങ്ങനെയെങ്കിൽ പുറത്തുനിന്നൊരു ഹാക്കറിനെ കൊണ്ട് അത് ചെയ്യിക്കാമെന്ന് ഹരൻ പറയുന്നെങ്കിലും ദിനേശ് അതിന് സമ്മതിക്കുന്നില്ല. അലീഷ കാരണമല്ലേ അലിനെക്കുറിച്ച് ഇത്രയൊക്കെ അറിയാൻ കഴിഞ്ഞത്. അതുകൊണ്ട് അവളെ വിശ്വസിച്ചെങ്കിലും ഡ്രൈവ് പരിശോധിച്ചുകൂടെ എന്ന് ഹരൻ ചോദിക്കുമ്പോൾ ദിനേശ് അതിന് സമ്മതിക്കുന്നു. അങ്ങനെ ഹരന്റെ നിർദ്ദേശപ്രകാരം നകുലിനെ കൊണ്ട് ഡേറ്റ ക്രാക്ക് ചെയ്യാൻ അവർ തീരുമാനിക്കുന്നു. നെക്സ്റ്റ് സീനിൽ ഹരനും അലീഷയും കൂടെ ദിനേശിന്റെ അടുത്തുനിന്ന് ഡ്രൈവ് വാങ്ങാൻ പോകുന്നത് കാണിക്കുന്നു. പോകും വഴി ഹരൻ നകുലിനെ കോൾ ചെയ്ത് പഴയ ഹാർബറിലേക്കാണ് വരേണ്ടതെന്ന് പറയുന്നു. ഹാർഡ് ഡ്രൈവ് 1 മണിക്കൂർ നേരത്തേക്ക് കൈ കിട്ടു, അതിനുള്ളിൽ ഡേറ്റ ക്രാക്ക് ചെയ്യണമെന്ന് ഹരൻ പറയുമ്പോൾ വെറും 3 മിനിറ്റ് കൊണ്ട് താൻ അത് ചെയ്തു തരാമെന്ന് നകുൽ വാക്ക് പറയുന്നു. കോൾ കട്ട് ചെയ്ത അടുത്ത നിമിഷം തന്നെ അവരുടെ വണ്ടിയിലേക്ക് അലൻ കാറുമായി വന്നിടിക്കുന്നു. ശേഷം അവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ഹരന്റെ കാറിനെ അലൻ ഫോളോ ചെയ്യുന്നു. കുറച്ചു നേരത്തെ ചേസിന് ശേഷം ഹരൻ അലീഷയെ ഒരു ബിൽഡിങ്ങിൽ കൊണ്ടുവിടുന്നു. ഞാൻ 15 മിനിറ്റിനുള്ളിൽ തിരിച്ചു വന്നില്ലെങ്കിൽ നീ തനിയെ ദിനേശ് സാറിന്റെ അടുത്ത് പോകണമെന്ന് ഹരൻ അവളോട് പറയുന്നു. ശേഷം ഹരൻ കാറുമായിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നു. ഈ സമയം അലൻ വീണ്ടും ഹരനെ ഫോളോ ചെയ്യുന്നു. അങ്ങനെ പോകുന്ന വഴി അലന്റെയും ഹരന്റെയും വണ്ടികൾ ആക്സിഡന്റ് ആകുന്നത് കാണിക്കുന്നു. നെക്സ്റ്റ് സീനിൽ 48 മണിക്കൂറിന് ശേഷമുള്ള കാര്യങ്ങളാണ് കാണിക്കുന്നത്. ഹാർബറിൽ നിൽക്കുന്ന അലീഷയുടെ അടുത്തേക്ക് സുദർശൻ വന്നിട്ട് എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കുന്നു. ഈ സമയം വീണ്ടും മുൻപ് കിടന്നതിന്റെ ബാക്കി നമ്മളെ കാണിക്കുന്നു. ഹരൻ അലീഷയെ ബിൽഡിങ്ങിലാക്കി പോയിട്ട് ഏറെ നേരമായിട്ട് തിരിച്ചു വരാത്തതുകൊണ്ട് അലീഷ പുറത്തിറങ്ങി നിൽക്കുന്നു. ഈ സമയം ഹരൻ കാറുമായിട്ട് അവിടേക്ക് വരുന്നു. അവന്റെ കഴുത്തിനും വയറിനും മുറിവേറ്റിട്ടുള്ളത് കൊണ്ട് അലീഷയോട് ഡ്രൈവ് ചെയ്യാൻ പറയുന്നു. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ഹാർബറിലേക്ക് പോകുന്നു.
അവിടെ ചെന്നതും ഹരൻ പുറത്തേക്കിറങ്ങി ഡ്രൈവുമായിട്ട് കാത്തു നിൽക്കുന്ന ദിനേശിന് നേരെ തോക്കിയുണ്ടെന്നു. ഡ്രൈവ് കൊടുക്കാൻ തയ്യാറാവാത്തതിനാൽ ദിനേശിനെ വെടിവെച്ച് കൊലപ്പെടുത്തി ഹരൻ അതുമായിട്ട് പോകുന്നു. പോകും വഴി അലീഷയ്ക്ക് നേരെ തോക്കിയുണ്ടെന്നെങ്കിലും അവൻ അവളെ ഒന്നും ചെയ്യുന്നില്ല. അത് കഴിഞ്ഞ് 2 ദിവസം ആരെ കോണ്ടാക്ട് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന അലീഷ പിന്നെ ഏതോ ഒരു ഓർമ്മയിലാണ് സുദർശനെ കോണ്ടാക്ട് ചെയ്യുന്നത്. ഹരൻ ഒരു ക്രിമിനൽ ആണെന്നും അവൻ തന്നെ ഒരു കൊലപാതകം ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുകയായിരുന്നെന്ന് അലീഷ പറയുമ്പോൾ സുദർശൻ അതിനെ എതിർക്കുന്നു. അവര് തമ്മിൽ സംസാരിക്കുന്നത് കേട്ടാണ് നകുൽ അവിടേക്ക് വരുന്നത്. ഹരനുമായിട്ട് ഹാർബറിലേക്ക് വരുമെന്ന് പറഞ്ഞിട്ട് മറ്റൊരാളുടെ കൂടെ നീ വന്നതുകൊണ്ടാണ് ഞാൻ അന്ന് അടുത്തേക്ക് വരാഞ്ഞതെന്ന് നകുൽ അലീഷയോട് പറയുന്നു. ഇത് കേട്ടതും അലീഷയ്ക്ക് കാര്യം പിടികിട്ടുന്നില്ല. അന്ന് കണ്ടത് ഹരനെയാണെന്ന് അലീഷ ഉറപ്പിച്ചു പറയുമ്പോൾ അലീഷയുടെ കൂടെ ഉണ്ടായിരുന്നത് ഹരനായിരുന്നില്ലെന്ന് സുദർശൻ മറുപടി പറയുന്നു. ഈ സമയം ഹരൻ നകുലിന്റെ വണ്ടിയിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. നീ കണ്ടപ്പോ ഹരന്റെ കഴുത്തിലും വയറിലും മുറിവുണ്ടായിരുന്നല്ലേ പറഞ്ഞത്, പക്ഷെ ഇപ്പോ നീ കാണുന്ന ഹരന്റെ കഴുത്തിൽ മുറിവില്ലല്ലോ എന്ന് സുദർശൻ അവളോട് ചോദിക്കുന്നു. നിന്റെ മുമ്പിൽ ഹരന്റെ ജാക്കറ്റ് ഇട്ട് അവന്റെ വണ്ടിയിൽ ഒരാൾ വന്നപ്പോ നീ വസ്ത്രത്തിന്റെയും കാറിന്റെ ഐഡന്റിറ്റി വെച്ച് വന്നത് ഹരനാണെന്ന് തെറ്റിദ്ധരിച്ചതാണ്. സത്യത്തിൽ നിന്റെ രോഗം അയാളെ യൂസ് ചെയ്യുകയായിരുന്നെന്നും സുദർശൻ പറയുന്നു. ഇത് കേട്ടതും നിങ്ങൾ ആരെക്കുറിച്ചാണ് പറയുന്നതെന്ന് അലീഷ ചോദിക്കുന്നു. അലനെക്കുറിച്ചാണ് പറഞ്ഞതെന്ന് ഹരൻ മറുപടി പറയുന്നു. ശേഷം അന്ന് നടന്നതിന്റെ യഥാർത്ഥ സംഭവം നമുക്ക് കാണിച്ചു തരുന്നു. അന്നത്തെ അപകടത്തിന് ശേഷം അലൻ ഹരനെ വെടിവെച്ച് അവന്റെ ജാക്കറ്റും കാറും കൊണ്ട് അലീഷയുടെ അടുത്തേക്ക് പോകുന്നു. അലീഷയെ കുട്ടി ഹാർബറിലേക്ക് ചെല്ലുന്ന അലൻ ദിനേശിനെ കൊന്ന് ഹാർഡ് ഡ്രൈവ് എടുക്കുന്നു. അലീഷ ഹരനാണ് കൊലയാളിയെന്ന് തെറ്റിദ്ധരിക്കുന്നത് കൊണ്ടാണ് അവളെ കൊല്ലാതെ അലൻ അവിടെ നിന്ന് പോകുന്നത്. കഴിഞ്ഞ 2 ദിവസമായി ഹരനും നകലും അലന്റെ പിറകെയായിരുന്നു. അപ്പോഴാണ് അവർ അവന്റെ ക്രിമിനൽ ആക്ടിവിറ്റീസിനെ കുറിച്ച് കൂടുതൽ അറിയുന്നത്. കർണാടക വിറ്റ്നസ് പ്രൊട്ടക്ഷൻ സെല്ലിലെ ഓഫീസറായിരുന്നു അലൻ. വിവാദമായ കേസിലെ സാക്ഷികളെ പേരും ഐഡന്റിറ്റിയും മാറ്റി ഒളിവിൽ താമസിപ്പിക്കാനുള്ള ചുമതല ലഭിച്ചിരുന്നത് അലനായിരുന്നു. പക്ഷെ അലൻ ആ കേസുകളിലെ പ്രതികളിൽ നിന്ന് വൻതുക പ്രതിഫലം വാങ്ങി സാക്ഷികളുടെ പുതിയ ഐഡന്റിറ്റി ലൊക്കേഷനും അവർക്ക് കൊടുക്കുന്നു. ഈ ബിസിനസ്സിൽ അവനെ പ്രതികളുമായിട്ട് ലിങ്ക് ചെയ്യുന്നത് സുപ്രിയ എന്നൊരു ലേഡിയായിരുന്നു. അങ്ങനെ കർണാടകയിലെ വിവാദമായിട്ടുള്ളൊരു കേസായിരുന്നു ചിന്നപ്പ എന്നൊരു വലിയ ബിസിനസ്മാൻ ദേവരാജൻ എന്നൊരു ജേർണലിസ്റ്റിനെ കൊന്നത്. അന്ന് ആ കേസിന് സാക്ഷി ദേവരാജന്റെ ഭാര്യ ചിത്രാമ്മാളായിരുന്നു. ചിത്രാമ്മാളിന്റെ സംരക്ഷണ ചുമതലയും അലനാണ് കിട്ടുന്നത്. പക്ഷെ കോടികൾ പ്രതിഫലം വാങ്ങി അലൻ അവരുടെ ഡീറ്റെയിൽസ് ചിന്നപ്പയ്ക്ക് കൈമാറുന്നു. അങ്ങനെ കോടതിയിലേക്ക് കയറും വഴി ചിന്നപ്പയുടെ ആളുകൾ ചിത്രാമ്മാളിനെ ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കുന്നെങ്കിലും അവർ അതിൽ നിന്ന് രക്ഷപ്പെടുന്നു. ഈ സംഭവത്തോടെ ചിത്രാമ്മാളുടെ ഡീറ്റെയിൽസ് പുറത്തുവിട്ട കുറ്റത്തിന് അലനെ ബാംഗ്ലൂരിലേക്ക് ഡിമോട്ട് ചെയ്യുന്നു. പക്ഷെ ചിത്രമാളെ രക്ഷപ്പെട്ടാൽ അലന്റെ ഇതുവരെയുള്ള എല്ലാ ഐഡന്റിറ്റി ലീക്കേജ് ബിസിനസ്സുകളും പുറത്തറിയിക്കുമെന്ന് ചിന്നപ്പ ഭീഷണിപ്പെടുത്തുന്നു. ഇതോടെ ചിത്രമാളിനെ കൊല്ലുക എന്നത് അലന്റെ കൂടെ നിലനിൽപ്പിന്റെ പ്രശ്നമാകുന്നു. നിലവിൽ ചിത്രാമ്മാളിനെ പുതിയ ഐഡന്റിറ്റിയിൽ കൊച്ചിയിലാണ് താമസിപ്പിച്ചിരിക്കുന്നതെന്ന് അലിന് ഇൻഫർമേഷൻ ലഭിച്ചിട്ടുണ്ട്. പക്ഷെ അവരുടെ എക്സാക്ട് ലൊക്കേഷൻ പുതിയ കേസ് ഓഫീസറിനല്ലാതെ മറ്റാർക്കും അറിയില്ല. പ്രോട്ടോകോൾ പ്രകാരം ട്രയൽ നടക്കുന്ന ദിവസം സാക്ഷിയെ കൊച്ചിയിൽ നിന്നും ബാംഗ്ലൂരിലേക്ക് കൊണ്ടുപോകുന്നത് നാഷണൽ എയർലൈൻസിന്റെ ഫ്ലൈറ്റിലാണ്. അല്പമണിക്കൂറുകൾക്ക് ശേഷം കൊച്ചിയിൽ നിന്ന് പുറപ്പെടുന്ന ബാംഗ്ലൂർ സ്റ്റോപ്പ് വരെയുള്ള ദുബായ് കണക്ഷൻ ഫ്ലൈറ്റിലാണ് ചിത്രാമ്മാളിനെ കൊണ്ടുപോകുന്നത്. ചിത്രാമ്മാളിനെ നേരിട്ട് കൊല്ലാൻ സാധിക്കാത്തതുകൊണ്ട് ആ വിമാനവുമായിട്ട് ബന്ധപ്പെടാൻ സാധിക്കുന്ന 2 പേരെയാണ് അലൻ സെലക്ട് ചെയ്യുന്നത്. അതിലൊരാളായിരുന്നു സക്കീനയുടെ സഹോദരൻ അൻസാർ അലി. ബാംഗ്ലൂർ എയർപോർട്ടിലെ ഗ്രൗണ്ട് സ്റ്റാഫ് ആയിരുന്നു അൻസാർ അലി. സക്കീനയെ റേപ്പ് ചെയ്യുന്ന വീഡിയോ ഉപയോഗിച്ച് അൻസാറിനെ ബ്ലാക്ക്മെയിൽ ചെയ്യാനായിരുന്നു അലന്റെ പ്ലാൻ. അതിനുവേണ്ടിയാണ് അലൻ അമറിനെ കൂട്ടുപിടിക്കുന്നത്. അങ്ങനെ സക്കീനയെ തട്ടിക്കൊണ്ടുപോകുന്നതിനിടെയാണ് കൂടെയുള്ള നീരജയും അമർ തട്ടിക്കൊണ്ടുപോയി ഉപദ്രവിക്കുന്നത്. പക്ഷെ അലന്റെ പ്ലാനും കുറച്ച് നീണ്ടുപോവുകയും അലൻ അമറിന് കൃത്യസമയത്ത് പണം കൊടുക്കാഞ്ഞതും കൊണ്ടാണ് അമർ സക്കീനയുടെ സഹോദരനെ വിളിച്ച് നേരിട്ട് പണം ചോദിച്ചത്. അങ്ങനെ അമർ അൻസാറിനെ കോൾ ചെയ്തതുകൊണ്ടാണ് ഇക്കാര്യങ്ങളൊക്കെ ഇപ്പൊ പുറത്തറിയുന്നത്. അവർ സംസാരിക്കുന്നതിനിടയിലൂടെ നമ്മളെ മറ്റൊരു സീൻ കൂടി കാണിക്കുന്നു. അലൻ ഒരു കൊച്ചു പയ്യന്റെ കയ്യിൽ ഒരു പെൻഡ്രൈവ് കൊടുത്തു വിടുന്നു. ആ പയ്യൻ അത് വീട്ടിൽ കൊണ്ടുവന്ന് പ്ലേ ചെയ്യുമ്പോൾ അതിനുള്ളിൽ അവന്റെ സഹോദരി നിവേദിതയെ വീഡിയോ കണ്ടതും നിവേദിത ബോധം കേട്ട് നിലത്ത് വീഴുന്നു. ഇത് കണ്ടാണ് അവളുടെ അച്ഛൻ സുദേവ് അവിടേക്ക് വരുന്നത്. ഈ സമയത്ത് തന്നെ അലൻ സുദേവിനെ കോൾ ചെയ്യുന്നു. നിവേദിതയുടെ വീഡിയോ ലീക്ക് ചെയ്യണമെങ്കിൽ ഇന്ന് തന്നെ ലീവ് ക്യാൻസൽ ചെയ്ത് ബാംഗ്ലൂരിലേക്ക് വരണമെന്നും ഒപ്പം താൻ പറയുന്നത് അതേപടി അനുസരിക്കണമെന്നും അലൻ സുദേവിനോട് പറയുന്നു. പക്ഷെ സുദേവിന്റെ മുഖമോ അലന്റെ പ്ലാനിങ്ങോ ഒന്നും നമ്മളെ കാണിക്കുന്നില്ല. നെക്സ്റ്റ് സീനിൽ അലന്റെ പ്ലാൻ തടയാനായി ഹരൻ തയ്യാറെടുക്കുന്നത് കാണിക്കുന്നു. ദേവികയും നീരജയും ഡോക്ടർ ക്വാർട്ടേഴ്സിലാണ് ഉള്ളത്. അങ്കിളും അവരുടെ അടുത്ത് പോകണമെന്ന് ഹരൻ സുദർശനോട് പറയുന്നു. ഈ സമയം ഡോക്ടേഴ്സ് ക്വാർട്ടേഴ്സിനുള്ളിൽ നീരജയും ദേവികയും സംസാരിക്കുന്നതിനിടെ കോളിംഗ് ബെൽ അടിക്കുന്ന ശബ്ദം കേട്ട് നീരജയെന്ന് വാതിൽ തുറക്കുന്നു. വാതിൽ തുറന്നതും അലൻ അകത്തേക്ക് കയറുന്നു. നീരജയ്ക്ക് സംഭവിച്ച ട്രാജഡിക്ക് കാരണം താനാണെന്ന് അലൻ അവരോട് വെളിപ്പെടുത്തുന്നു. ഇത് കേട്ടത് നീരജ പെട്ടെന്ന് വയലന്റായി എന്റെ ചേട്ടൻ ആരാണെന്ന് നിനക്കറിയാവോ എന്ന് അലനോട് ചോദിക്കുന്നു. അതറിഞ്ഞതുകൊണ്ടാണ് ഞാൻ തന്നെ ഇവിടേക്ക് വന്നതെന്ന് അലൻ മറുപടി പറയുന്നു. ശേഷം നമ്മളെ ചെറിയൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നു. സുദേവിനെ ബ്ലാക്ക്മെയിൽ ചെയ്ത് തന്റെ പ്ലാന് സമ്മതിപ്പിച്ച ആശ്വാസത്തിലിരിക്കുമ്പോഴാണ് സുപ്രിയ അലനെ കോൾ ചെയ്യുന്നത്. കർണാടക പോലീസ് നിന്റെ ലൊക്കേഷൻ ട്രേസ് ചെയ്തിട്ടുണ്ടെന്നും അവർ സിറ്റി മുഴുവൻ ലോക്ക് ചെയ്തിരിക്കുകയാണെന്നും സുപ്രിയ അലനോട് പറയുന്നു.
കൂടാതെ ഹരിൻ ശങ്കർ എന്ന സിറ്റുവേഷൻ നീ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുക എന്നും സുപ്രിയ അവനോട് ചോദിക്കുന്നു. ഇത് കേട്ടതും ഹരിൻ ശങ്കർ എന്ന സാധാരണക്കാരനെ എന്തിനാണ് ഇത്ര ഭയപ്പെടുന്നതെന്ന് അലൻ തിരിച്ചു ചോദിക്കുന്നു. അപ്പോൾ ഇത്ര നാൾ അടുത്തുണ്ടായിട്ടും അവന്റെ ജോലി എന്താണെന്ന് നിനക്കറിയില്ലേ എന്ന് സുപ്രിയ പുച്ഛത്തോട് ചോദിക്കുന്നു. ഫ്ലൈറ്റ് ഹൈജാക്ക് ഒഴിവാക്കാനായി മിലിറ്ററി നിയോഗിച്ചിട്ടുള്ള സ്കൈ മാർഷലാണ് ഹരിൻ. അതുകൊണ്ട് തന്നെ അവൻ ഇന്ത്യ ഒട്ടാകെയുള്ള എല്ലാ എയർപോർട്ടിലും ആക്സസ് ഉണ്ട്. ഇത് കേൾക്കുന്നതും അലനാകെ ഷോക്കാവുന്നു. നെക്സ്റ്റ് സീനിൽ ഹരൻ ചിത്രാമ്മളി യാത്ര ചെയ്യുന്ന ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാൻ പോകുന്നത് കാണിക്കുന്നു. ഹരൻ തന്റെ ഹയർ ഒഫീഷ്യൽസിനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞ ശേഷം ഫ്ലൈറ്റിലെ ക്രൂ മെമ്പേഴ്സുമായിട്ട് സംസാരിക്കുന്നു. ചിത്രാമ്മളിനെ കൊല്ലാനായി ഒരാൾ ഇനി ഫ്ലൈറ്റിൽ ഉണ്ടാകുമെന്നും അയാളെ പിടികൂടാൻ ചിലപ്പോൾ നിങ്ങളുടെ സഹായം ആവശ്യമാണെന്നും ഹരൻ അവരോട് പറയുന്നു. അതിനുശേഷം പാസഞ്ചേഴ്സ് ഓരോരുത്തരായി ഫ്ലൈറ്റിനുള്ളിൽ കയറുന്നത് കാണിക്കുന്നു. ഫ്ലൈറ്റിനുള്ളിലാണെങ്കിലും ഒരു പ്രത്യേക ഡിവൈസ് ഉപയോഗിച്ച് ഹരൻ നകുലും അലീഷയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഹരൻ ഫ്ലൈറ്റിനുള്ളിൽ എന്തെങ്കിലും സംശയാസ്പദമായി നടക്കുന്നുണ്ടോ എന്ന് നോക്കുന്നതിനൊപ്പം അലീഷ അതിലെ ഓരോ യാത്രക്കാരുടെ മുഖവും സ്ക്രീനിലൂടെ കണ്ട് പരിശോധിക്കുന്നു. കാരണം അമർ കൊല്ലപ്പെട്ട ദിവസം ഹരന് മുമ്പേ അവിടെ ഉണ്ടായിരുന്നത് സുദേവായിരുന്നു. സഹോദരിയുടെ വീഡിയോ കാണിച്ച് അമർ അൻസാറിനെ ഭീഷണിപ്പെടുത്തിയതുപോലെ നിവേദിതയുടെ വീഡിയോ കാണിച്ച് സുദേവിനോടും പണം ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അലൻ മറ്റൊരാളെ കൂടെ ചിത്രാമ്മളിനെ കൊല്ലാൻ ഏർപ്പാടാക്കിയിരുന്നു എന്നല്ലാതെ അത് സുദേവാണെന്ന് ഹരൻ അറിയില്ല. അന്നത്തെ ദിവസം അലീഷ സുദേവിനെ കണ്ടിട്ടുണ്ട്. തന്റെ മുഖം ഓർമ്മയിലുള്ളതുപോലെ സുദേവിന്റെ മുഖം അലീഷയുടെ ഓർമ്മയിലുണ്ടാകും. അതുകൊണ്ടാണ് ഹരൻ അലീഷയോട് പാസഞ്ചേഴ്സിൽ അന്ന് കണ്ടയാളുടെ മുഖം തിരയാൻ പറയുന്നത്. പക്ഷെ ഫേസ് ബ്ലൈൻഡ്നസ് ഉള്ളതുകൊണ്ട് അലീഷയ്ക്ക് ഓരോ ഫോട്ടോയും പരിശോധിക്കാൻ ഒരുപാട് സമയം എടുക്കുന്നു. ഈ സമയം ഹരൻ ചിത്രാമ്മളിനെ വിളിച്ച് അവരുടെ ജീവന് ഭീഷണിയുള്ള കാര്യം അറിയിക്കുന്നു. പക്ഷെ ചിത്രയുടെ ജീവൻ സേഫ് ആയിരിക്കുമെന്ന് ഹരൻ അവർക്ക് ഉറപ്പ് നൽകുന്നു. മറുഭാഗത്ത് നീരജയുടെ വീഡിയോ കാണിച്ച് അലൻ ദേവികയെ ഭീഷണിപ്പെടുത്തുന്നത് കാണിക്കുന്നു. ദേവികയ്ക്ക് ഫേസ് സർജറി ചെയ്യാനുള്ള ആൾക്ക് പകരം തന്നെ ആംബുലൻസിൽ രക്ഷപ്പെടുത്തണമെന്ന് അലൻ അവളോട് പറയുന്നു. മറ്റു നിവൃത്തിയില്ലാതെ ദേവികയ്ക്ക് അതിന് സമ്മതിക്കേണ്ടി വരുന്നു. മറുഭാഗത്ത് അന്ന് കണ്ടയാൾക്ക് കവിളിലായി ഒരു പൊള്ളലേറ്റ പാടുണ്ടായിരുന്നെന്ന് അലീഷ ഓർത്തെടുക്കുന്നു. പക്ഷെ ഫ്ലൈറ്റിലെ പാസഞ്ചേഴ്സിൽ നിന്നും അങ്ങനെ ഒരാളെ കണ്ടെത്താൻ അവർക്ക് സാധിക്കുന്നില്ല. ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ ഫ്ലൈറ്റ് ബാംഗ്ലൂരിൽ ലാൻഡ് ചെയ്യുമെന്ന് അനൗൺസ്മെന്റ് വരുന്നു. ഈ സമയം ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുന്ന നകുലിനോട് ഹരൻ തന്റെ പ്ലാൻ ബി വിശദീകരിക്കുന്നു. പ്രൈവറ്റ് ജെറ്റിൽ ലാൻഡ് ചെയ്യാൻ അനുമതി കിട്ടാത്തതുകൊണ്ട് നകുൽ വഴി ചിന്നപ്പയ്ക്ക് ഇതേ ഫ്ലൈറ്റിലാണ് ബിസിനസ് ക്ലാസ് ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നത്. ഹരൻ നേരെ ചിന്നപ്പയുടെ അടുത്ത് ചെന്ന് കാര്യങ്ങൾ പറയുന്നു. ചിത്രമ്മാളിനെ അപകടപ്പെടുത്താൻ ശ്രമിച്ചാൽ അതേ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്ന നിങ്ങൾക്കും അപകടം സംഭവിക്കുമെന്ന് ഹരൻ അയാളെ ഓർമ്മിപ്പിക്കുന്നു. പക്ഷെ അലന്റെ പ്ലാനിങ്ങിൽ തനിക്ക് യാതൊരു പങ്കുമില്ലെന്ന് ചിന്നപ്പ ഹരനോട് പറയുന്നു. ഫ്ലൈറ്റിൽ അക്സസ് ഉള്ള ആരുടെയെങ്കിലും വേണ്ടപ്പെട്ടവരുടെ റേപ്പ് വീഡിയോ എടുത്ത് അവരെ ഭീഷണിപ്പെടുത്തുന്ന പ്ലാൻ ചിന്നപ്പയ്ക്ക് താല്പര്യമില്ലായിരുന്നു. അതേ ചൊല്ലി അലനുമായിട്ട് വഴക്കിട്ട് പിരിഞ്ഞതാണെന്നും അലന്റെ ഇപ്പോഴത്തെ നീക്കം തന്റെ അറിവോടെയല്ലെന്നും ചിന്നപ്പ പറയുന്നു. മറുഭാഗത്ത് പേഷ്യന്റ് എന്ന രീതിയിൽ ദേവികയുടെ സഹായത്തോടെ അലൻ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് കാണിക്കുന്നു. ആംബുലൻസ് കയറ്റുന്നതിന് മുമ്പ് പ്രൊസീജിയർ ചെയ്യാൻ അലനെ സ്കാനിംഗ് റൂമിൽ കയറ്റണമെന്ന് ദേവിക നേഴ്സിനോട് പറയുന്നു. ശേഷം അലനെ വീൽചെയറിൽ പുറത്തേക്ക് കൊണ്ടുപോകുന്നു. മറുഭാഗത്ത് CIS ഓഫീസർ അലനെ കോൾ ചെയ്യുന്നത് കാണിക്കുന്നു. പാസഞ്ചേഴ്സിൽ 6 പേരുടെ ID ഫേക്ക് ആണെന്നും മാത്രമല്ല അവർക്കെല്ലാം ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത് ഒരേ ആളാണെന്നും അയാൾ ഹരനോട് പറയുന്നു. ശേഷം ഹരൻ നകുലിനോട് ആ 6 പാസഞ്ചേഴ്സിന്റെ ഡീറ്റെയിൽസ് എടുക്കാൻ പറയുന്നു. ഡീറ്റെയിൽസ് എടുത്ത ശേഷം അവരെല്ലാം പല ഹൈ പ്രൊഫൈൽ കേസുകളിലായി അലൻ ഹാൻഡിൽ ചെയ്ത സാക്ഷികളാണെന്ന് നകുൽ ഹരനോട് പറയുന്നു. അവരെല്ലാവരും ഇന്ന് അലനെതിരെ മൊഴി കൊടുക്കാനാണ് പോകുന്നത്. ചിത്രമ്മാൾ ഉൾപ്പെടെയുള്ള ആ 7 പേരെ കൊലപ്പെടുത്തി കേസിൽ നിന്ന് രക്ഷപ്പെടാനായിരുന്നു അലന്റെ പ്ലാൻ. പക്ഷെ ഫ്ലൈറ്റിനുള്ളിൽ വെച്ച് എങ്ങനെ അത്രയും പേരെ കൊലപ്പെടുത്തുമെന്ന് നകുൽ ചോദിക്കുന്നു. ഈ സമയത്താണ് അലന്റെ പ്രൈമറി ടാർഗറ്റ് നിവേദിത സുദേവായിരുന്നെന്ന് ചിന്നപ്പ പറഞ്ഞത് ഹരന് ഓർമ്മ വരുന്നത്. നിവേദിതയുടെ സോഷ്യൽ മീഡിയയിൽ അവളുടെ ഫാമിലി ഫോട്ടോ സെർച്ച് ചെയ്യാൻ ഹരൻ നകുലിനോട് പറയുന്നു. അതിൽ നിവേദിതയുടെ ഒപ്പം നിൽക്കുന്ന സുദേവിന്റെ മുഖം അലീഷ തിരിച്ചറിയുന്നു. സുദേവിന്റെ കഴുത്തിൽ ATCO എന്നെഴുതിയ ഒരു ടാഗ് കിടപ്പുണ്ടായിരുന്നു. ഇക്കാര്യം നകുല പറയുമ്പോഴാണ് സുദേവ് ഒരു എയർ ട്രാഫിക് കൺട്രോൾ ഓഫീസറാണെന്ന് ഹരന് മനസ്സിലാകുന്നത്. ഒരേ സമയം സാക്ഷികൾ സഞ്ചരിക്കുന്ന ഫ്ലൈറ്റിനെ ലാൻഡ് ചെയ്യാനും മറ്റൊരു ഫ്ലൈറ്റിനെ ടേക്ക് ഓഫ് ചെയ്യാനും സിഗ്നൽ കൊടുത്ത് അപകടം ഉണ്ടാക്കുകയായിരുന്നു അലൻ സുദേവിനെ ഏൽപ്പിച്ച ജോലി. പക്ഷെ കൃത്യസമയത്ത് തന്നെ CIS ഓഫീസർ സുദേവിനെ കസ്റ്റഡിയിലെടുക്കുകയും മറ്റൊരു ATCO കറക്റ്റായി സിഗ്നൽ കൊടുക്കുകയും ചെയ്യുന്നു. പാസഞ്ചേഴ്സിനെ രക്ഷിക്കാനായെങ്കിലും അലനെ പിടികൂടാൻ പോലീസിന് സാധിച്ചിരുന്നില്ല. നെക്സ്റ്റ് സീനിൽ അലൻ സുപ്രിയയുടെ സഹായത്തോടെ ഒരു പ്രൈവറ്റ് ജെറ്റിൽ വിദേശത്തേക്ക് ട്രാവൽ ചെയ്യുന്നത് കാണിക്കുന്നു. സാറിന്റെ സുരക്ഷയ്ക്ക് ഞങ്ങൾ ഒരു സ്കൈ മാർഷലിനെ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് എയർ ഹോസ്റ്റസ് അലനോട് പറയുമ്പോൾ ഹരൻ അവിടേക്ക് വരുന്നു. നീരജ ഉൾപ്പെടെയുള്ളവരുടെ വീഡിയോസ് ഉള്ള ഹാർഡ് ഡ്രൈവ് കാണിച്ച് അലൻ അവനെ ഭീഷണിപ്പെടുത്തുന്നു. പക്ഷെ അപ്പോഴാണ് ഹരൻ മറ്റൊരു കാര്യം അവനോട് പറയുന്നത്. അലനെ പ്ലാസ്റ്റിക് സർജറി പ്രൊസീജിയറിന്റെ ഭാഗമായിട്ട് സ്കാനിംഗ് റൂമിൽ കയറ്റിയപ്പോൾ അവന്റെ ഹാർഡ് ഡ്രൈവിലെ ഡേറ്റ മുഴുവൻ ഓട്ടോമാറ്റിക്കായി ഇറേസ് ആയിട്ടുണ്ട്. കാരണം അലൻ ആ ഹാർഡ് ഡ്രൈവ് അവന്റെ ദേഹത്താണ് സൂക്ഷിച്ചിരുന്നത്. അതിനുവേണ്ടിയാണ് ദേവിക അന്നവനെ സ്കാനിംഗ് റൂമിനുള്ളിൽ കയറ്റിയത്. പക്ഷെ അപ്പോഴും തന്റെ കൂടെയുള്ള 2 ബോഡി ഗാർഡ്സ് ഹരനെ നേരിടുമെന്ന പ്രതീക്ഷയിലായിരുന്നു അലൻ. എന്നാൽ ഹരൻ അലന്റെ 2 ബോഡി ഗാർഡ്സിനെയും അല്പനേരത്തിനുള്ളിൽ പരാജയപ്പെടുത്തുന്നു. ശേഷം അലനെയും ഹരൻ ഷൂട്ട് ചെയ്ത് കൊലപ്പെടുത്തുന്നു. നെക്സ്റ്റ് സീനിൽ അലീഷ സുദർശനോടൊപ്പം ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുന്നത് കാണിക്കുന്നു.
അലീഷയുടെ രോഗാവസ്ഥ ഒരുപാട് മെച്ചപ്പെട്ടിട്ടുണ്ടെന്ന് ഡോക്ടർ അവരോട് പറയുന്നു. ഈ രോഗം ബാധിച്ച ശേഷം ഓർത്തെടുക്കാൻ കഴിഞ്ഞ ആദ്യത്തെ മുഖം ആരുടേതാണെന്ന് ചോദിക്കുമ്പോൾ അലീഷ പുഞ്ചിരിയോടെ ഹരനെക്കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യാൻ തുടങ്ങുന്നു. ഇത്തരത്തിലൊരു സീനോടെ ഈ മൂവി അവസാനിക്കുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.